ഞാൻ മരിക്കുന്നതിന് കുറച്ച് 3-4 ആഴ്ച മുന്നേ അവസാനം പുള്ളിനെ കാണുന്നത്. നമ്മളൊന്ന് ജീവിതത്തിൽ ഒന്ന് സെറ്റിലൊക്കെ ആയി ഇനി നമ്മൾ ഇവരുടെ കൂടെ കുറച്ചു കാലം സമയം ചെലവഴിക്കാം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ പുള്ളി നമ്മളെ വിട്ടുപോയത്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിലും ഭാര്യ എന്നുള്ള രീതിയിലും ഒരാളെ എങ്ങനെയൊക്കെ നോക്കാൻ പറ്റുമോ അതിനപ്പുറം പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. പിന്നെ അവൻ അച്ഛൻ അവസാന ശ്വാസം എടുക്കുന്ന സാധനം അവൻ രാത്രി കഴിഞ്ഞ ദിവസം വരെ എന്നോട് പറഞ്ഞു, എൻ്റെ മനസ്സിലത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യനിൽ നിന്ന് എനിക്കൊരു ടേക്ക് അവേ കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. അങ്ങനെ നിന്നിരുന്ന ഒരാൾ, കല്ല് പോലെ നിന്നിരുന്ന ഒരാൾ വീക്കായി പോകുമ്പോൾ അത് നമ്മൾ കാണേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിനും ആ ലാസ്റ്റ് പോക്കിൽ വരെ ഒരു സർക്കാസവും ഒരു ചിരിയും ഒരു കളിയാക്കലും പറഞ്ഞിട്ടാ പോയത്. എന്നോട് ആ ഒരു കാലത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്തെ പ്രണയം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു 3 ഫേസിനെ കുറിച്ചും പുള്ളി അന്ധകാലത്ത് എന്നോട് പറഞ്ഞു. എന്നുവെച്ചാൽ ഒരു കാലം വരും ഇതിനപ്പുറത്തേക്ക് ഒരു മലയാള സിനിമയ്ക്ക് ഇനി ഒന്നും സംഭാവന ചെയ്യാനും ബാക്കിയില്ല, എല്ലാം ചെയ്തു, ഒരു ആയുസ്സിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് പോയ ഒരാളാണ്. ഞാൻ എത്രയോ ആഗ്രഹിച്ചായിരുന്നു ലാലേട്ടൻ അച്ഛൻ ഒളിപ്പിച്ച ഒരു സിനിമ എന്നുള്ളത്. അത് നടക്കാതെ പോയ ഒരു സ്വപ്നമാണ്. ഇന്നലെ മെനഞ്ഞാന്ന് വന്ന ആൾക്കാരൊക്കെ വന്നിട്ട് സംഘടനയിൽ പ്രശ്നമാണ് മറ്റേ ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. സംഘടന അതുപോലെ തന്നെ നിൽക്കും. കാരണം എൻ്റെ അച്ഛൻ അത്രമാത്രം കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ്. അത് പൊളിയാനൊന്നും നമ്മൾ സമ്മതിക്കില്ല. പക്ഷേ ഇതെങ്കിലും മിനിമം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശ്രീനിവാസന്റെ മകനല്ലാണ്ട്. അച്ഛനും ലാലേട്ടനും ചെയ്ത സിനിമകളിൽ ഞാൻ എന്നും ഓർത്തു വെക്കുന്ന കഥാപാത്രങ്ങൾ ഏതായിരിക്കും? ഇതെന്തൊരു ക്ലാസ് എഴുത്തുകാരനാന്ന് തോന്നിപ്പിക്കുന്ന സമയത്ത് ആ പടത്തിൽ തന്നെ കോപകൂതറകളായിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാം. ചമ്പൂർണ ചാച്ചരത എന്ന് പറഞ്ഞിട്ടൊരു പോക്കുണ്ട്. അഭിനയിച്ചിട്ട് മോശമാക്കിയ ഒരു സിനിമയില്ല. ആ സിനിമ മോശമായതുകൊണ്ട് അത് പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. എന്നെ നന്നായി എടുത്ത് അഭിനയിപ്പിച്ചാൽ ഞാൻ നന്നാക്കും. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ലെന്ന് മാത്രം. ചേട്ടൻ ഇപ്പൊ പൊട്ടിയിരിക്കല്ലേ, അപ്പൊ പടം വെച്ച് ഞാൻ ഹിറ്റ് അടിച്ചാൽ ഞാൻ ആരായിന്ന്. കറക്റ്റ്. അങ്ങനെയുള്ള മിടുക്കന്മാര് വന്നിട്ടും പടം പൊട്ടിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ വെണ്ണീരായാലും ഞാൻ അതിൽ നിന്ന് പൊന്തി വരും. കാരണം അങ്ങനെ പൊന്തി ചരിത്രമുണ്ട്. സൂപ്പർ സ്റ്റാറിനെ കളിയാക്കുകയാണ് നമ്മള്. അദ്ദേഹം അച്ഛൻ ചെയ്തിരുന്ന പരിപാടിയൊക്കെ തന്നെയാണ് കളിയാക്കലൊക്കെ. എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പുള്ളിനേക്കാളും നല്ലൊരു മനുഷ്യൻ ഞാൻ തന്നെ ആയിരിക്കും. അപ്പൊ ലാൽ സാർ ചോദിക്കും, സപ്പോർട്ടിങ് ഒക്കെ ഓക്കെ മോനെ, മികച്ച നടനാരാ? അതിനെന്താ സംശയം, ബ്രഹ്മയോഗം ഇച്ചാക്ക എന്ന് പറയും. ഓക്കെ. എന്നിട്ട് ലാൽ സാറിന് അവാർഡ് കൊടുത്തിട്ട് പറയും, ഇത് ലാൽ സാർ നാട്ടിലെത്തുമ്പോൾ ഇച്ചാക്കൊക്കെ കൊടുക്കണം എന്ന് പറയും. എത്രയോ വലിയ ബാനറുകളുണ്ട് ഇവിടെ. അവരല്ലേ കള്ളപ്പണം വെളുപ്പിക്കേണ്ടത്? ഏത് കോടീശ്വരനാണ് എന്റെ പടത്തിൽ ഇത് വെളുപ്പിക്കുന്നത്? വെളുത്തുള്ളൂ സത്യം. ഇവരെയൊക്കെ വിചാരം ഞാൻ കുറെ പൊട്ട സിനിമ ചെയ്താൽ ഞാൻ പൊട്ടനാന്നാണ്. വിറ്റ പൈസ ഉണ്ട് ഇവരെയൊക്കെ വിറ്റ്. ഞാൻ വരുന്നൊന്നും പറയുന്നില്ല. ഹാപ്പി ഓണം. പക്ഷേ മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ, 1 ലക്ഷം രൂപ വീതം 100 പേർക്ക് ബമ്പർ സമ്മാനമായി BMW കാർ, 30 കോടി രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. മൈജി ഓണം മാസ് ഓണം. നമസ്കാരം. ഓണമൊക്കെയാണ്. ഓണം ഞാനില്ലാത്ത ഓണം എനിക്കില്ല. ഇതിന് മുമ്പും അങ്ങനെയായിരുന്നു, പക്ഷെ ഇന്നും അങ്ങനെ തന്നെയാണ്. ഞാനൊത്തിരി സന്തോഷം ഈ തിരക്കിൻ്റെ ഇടയിലും ഓണത്തിന് എന്നോടൊപ്പം കുറച്ച് സമയം സംസാരിക്കാൻ അവസരം കിട്ടിയാൽ. തിരക്കിനിടയിൽ ഒരാൾ, ഇത്തരം തിരക്കുള്ള ഒരാൾ എന്തിനാണ് നിങ്ങൾ തിരക്കിനിടയിൽ ബുദ്ധിമുട്ടിക്കുന്നത്? അത് രാവിലെ മുതൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുക. എന്താണ് ഇത്? എന്താണ് എന്നിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? എനിക്ക് ധ്യാനിനോടുള്ള സ്നേഹമാണ്. അത് വേറെ പല രീതിയിലും കാണിക്കാലോ. എന്തിനൊരു ഇന്റർവ്യൂവിന്റെ മുന്നിൽ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് വരുത്തി സ്നേഹ പ്രകടനം? ഞാൻ എന്ത് പാടട്ടെ, പൂവൊക്കെ മേടിച്ചെന്നറിയോ? 200 രൂപ പ്ലാസ്റ്റിക് പൂ ബ്ലിങ്കിറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് എടുത്തിട്ട് ഞാനാണ് പറഞ്ഞത് അങ്ങോട്ട്, വല്ല ഉണക്ക പൂവല്ലോ വാങ്ങിച്ചു കെട്ടിയിടുന്ന് പറഞ്ഞപ്പോ അതേപോലെ ഉണക്ക പൂ തന്നെ വാങ്ങിച്ചിട്ട്. അല്ല, ഞാൻ പറയുന്നത് എനിക്ക് മാറ്റാമല്ലോ. ഉണക്ക എന്ന് പറഞ്ഞാൽ ഉണക്കാനും ഇത് അവന് വേണ്ടി ഒരു ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ ഇത് കിട്ടാൻ. ഇതാണ് ധ്യാൻ. അങ്ങനെ ഓണം അല്ലേ? ഇത്തവണത്തെ ഓണത്തിന് എന്താണ് പരിപാടി? ഇത്തവണത്തെ ഓണം ഇല്ലല്ലോ.
അച്ഛൻ മരണപ്പെട്ടിട്ട് 6 മാസം 7 മാസം നിൽക്കുമ്പോൾ ഈ പൂ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ മോശമാണ് അല്ലേ? പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും അച്ഛനില്ലാത്ത ഓണം അല്ലേ? അച്ഛനുണ്ടെങ്കിൽ ഞാൻ ഓണത്തിനൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് വന്നിട്ട് അതിന് മുമ്പത്തെ വർഷം വന്നിട്ടുണ്ട്. അച്ഛനില്ലാത്ത ഓണം അതാണ് എൻ്റെ ഒരു ആർട്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അച്ഛനില്ലാത്ത ഓണത്തിന് അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വരുമായിരുന്നു അല്ലേ? എന്നാലും ഓണത്തിന് ഞാൻ വീട്ടിൽ വരും എന്നുള്ള വേറെ കാര്യം. പക്ഷെ അച്ഛനില്ലാത്ത ഓണം അതെങ്ങനെയാണ് ഞാൻ ഉൾക്കൊണ്ടു പോകുന്നത്? ഇതൊന്നും നമ്മൾ ഉൾക്കൊണ്ട് പോവുക എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലല്ലോ. നമുക്ക് കാലം എത്ര കാലം കഴിഞ്ഞാൽ അതൊന്ന് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഇപ്പം അടുത്ത വർഷമായിക്കോട്ടെ എല്ലാ ഓണവും. കാരണം ഇത്രയും വർഷം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാൾ നമ്മളെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം നമുക്ക് ഉൾക്കൊണ്ട് പോവുക എന്ന് പറയുന്നൊരു സംഭവമില്ല. പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം രാജാവിനെ പോലെ ജീവിച്ചു, മരിക്കുവോളം അങ്ങനെ ജീവിച്ച് പോയ ആളാണ്. ഒരു കാലത്തും അസുഖബാധിതനായെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അന്നും മരിക്കുന്നവരെ ആ നാട്ടിലും അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിലും മരണത്തിന് ശേഷം ആയിക്കോട്ടെ ഇന്നും എല്ലാവരുടെ മനസ്സിലും അങ്ങനെ ഒരു പ്രൊലിഫിക് ആയിട്ടുള്ള ലൈഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് ഉണ്ടായിട്ടുള്ള ഒരാളല്ലേ. ഇതിനപ്പുറത്തേക്ക് ഒരു മലയാള സിനിമയ്ക്ക് ഇനി ഒന്നും സംഭാവന ചെയ്യാനും ബാക്കിയില്ല. എല്ലാം ചെയ്തു, ഒരു ആയുസ്സിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് പോയ ഒരാളാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ വ്യക്തിപരമായി നമുക്കാണ് അദ്ദേഹത്തിൻ്റെ, കാരണം അവസാന കാലമൊക്കെ സിനിമകൾ, ഷൂട്ടുകൾ, ഇതിനിടയിലൊക്കെ തന്നെ നമ്മളൊരിക്കലും, കാരണം ബൈപ്പാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചിന്തിച്ചത് ഇനിയും കുറച്ച് വർഷം കൂടെ പുള്ളി നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിച്ചു. അപ്പം ഇപ്പം ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ നമ്മളൊരു കാലം വരെ ഒരു 10-20 വയസ്സ് വരെ ഞങ്ങൾ ചെന്നൈയിലൊക്കെ ഉള്ള സമയത്താണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത്. പിന്നീട് ഇടക്ക് അച്ഛനുമായിട്ടുള്ള സൗന്ദര്യപ്പണക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്നത് പിന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് വീണ്ടും വരുന്നത്. അതിനിടയിൽ ഒന്ന് ശരിയായി കാര്യങ്ങളൊക്കെ ശരിയായി വന്നത് 2017-19 ഒക്കെ ആയപ്പോഴാണ് ലവ് ആക്ഷനും നമ്മൾ ഒരുമിച്ച് സിനിമകൾ ചെയ്യുന്നത് ഒക്കെ 2017 ശേഷം. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും പുള്ളി അസുഖബാധിതനായി. അസുഖം വന്ന് തുടങ്ങിയപ്പോഴേക്കും പഴയ ആളല്ലാതെ സംസാരത്തിലും ഇതിലും നമ്മൾ കണ്ടിരുന്ന ഒരു ആളിൽ നിന്ന് ഒരുപാട് വീക്കാകുമ്പോൾ നമ്മുടെ കൺമുന്നിൽ ഒരാളിങ്ങനെ അങ്ങനെ നിന്നിരുന്ന ഒരാൾ, കല്ല് പോലെ നിന്നിരുന്ന ഒരാൾ വീക്കായി പോകുമ്പോൾ അത് നമ്മൾ കാണേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിനും നമ്മളെ ഫേസ് ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഹോസ്പിറ്റലിൽ പോയി കാണാറില്ല പുള്ളിനെ. കാരണം നമുക്ക് അങ്ങനെ ഒരു രൂപത്തിലും അങ്ങനെ ഒരു സാധനത്തിലും കാണാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. പലപ്പോഴും അമ്മ എന്നെ വിളിക്കുമ്പോഴും അച്ഛനെ കാണാൻ വരുന്നില്ലെന്ന് ഞാൻ പോകാറില്ല. കാരണം ആ കോലത്തിൽ അച്ഛൻ എന്നെ കാണാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ അച്ഛൻ എന്നെ കാണാൻ ഉണ്ടാവില്ല എന്നുള്ള എൻ്റെ ഒരു തോന്നലും, എനിക്ക് പുള്ളിനെ അങ്ങനെ കാണാനൊരു ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലൊന്നും പോയിട്ടില്ല. ലാസ്റ്റ് വീണ സമയത്തും ഞാൻ ഹോസ്പിറ്റലിൽ വരുന്നില്ല എന്നാണ് പറഞ്ഞു. അപ്പോൾ പിന്നീട് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും ജീവിതത്തിൽ ഒന്ന് സെറ്റിലൊക്കെ ആയി ഇനി നമ്മൾ ഇവരുടെ കൂടെ കുറച്ച് കാലം സമയം ചെലവഴിക്കാം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ പുള്ളി നമ്മളെ വിട്ടുപോയത്. എന്നുവെച്ചാൽ 4-5 വർഷമായിട്ട് സിനിമകൾ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കുമ്പോഴും ഓരോ സിനിമയ്ക്ക് പോകുമ്പോഴും പുള്ളി എന്നോട് ചോദിക്കും ഏതാ പടം, ഷൂട്ടിങ് എന്നോട് ചോദിച്ചല്ലോ. വല്ലപ്പോഴും നമുക്കും ഒരു പടമൊക്കെ ഞാൻ എന്ത് അഡ്ജസ്റ്റ്മെന്റിന് റെഡിയാണെന്ന് എന്നോട് ഒരു ദിവസം വന്ന് പറയണ്ടേ. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ ഞങ്ങൾ എല്ലാ ദിവസവും ഷൂട്ടിങ്ങിനും സിനിമയുടെ ലൊക്കേഷനുകളിലും തിരക്ക് പിടിച്ച് പോയിരുന്ന അദ്ദേഹത്തിനെ കണ്ടിട്ട് ഞാൻ ഇതേപോലെ എല്ലാ ദിവസവും ഷൂട്ടിന് പോകുമ്പോൾ പുള്ളിയും ആ ഒരു സൈക്കിൾ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കും വിഷമം തോന്നും. കാരണം ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ പുള്ളി അവിടെ വീട്ടിലിങ്ങനെ വയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴും നമുക്കും സങ്കടമാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാന കാലം എന്താ പറയുക, നമ്മൾ കുറച്ചുകൂടെ സമയം ഒരുമിച്ച് കിട്ടിയില്ല. ഞാൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ പോലും, പക്ഷെ ഷൂട്ടിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും. അപ്പം ഞാൻ അന്ന് പോലും എനിക്ക് തോന്നുന്നു ഞങ്ങൾ കണ്ടിട്ട് ഒരു 2 ആഴ്ച 3 ആഴ്ചയോളം ആയിരുന്നു. ഞാൻ മരിക്കുന്നതിന് കുറച്ച് 3 ആഴ്ച 4 ആഴ്ച മുന്നേ അവസാനം പുള്ളിനെ കാണുന്നത്. ഹോസ്പിറ്റലിലെ സമയത്ത് ഞാൻ തൊട്ടടുത്തുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ കാണാൻ. അപ്പം അമ്മനെ വിളിച്ച് പറയുന്നുണ്ട് ഭയങ്കര പെയിനും ഇതൊക്കെയാ. അപ്പോൾ
ഒന്ന് വരണം എന്ന് പറയുമ്പോൾ ഞാൻ പറയണേ അങ്ങനെ ഒരു പെയിനിൽ നിൽക്കുമ്പോൾ ഞാൻ വന്നിട്ട് കുഴപ്പമില്ല എന്ന് പറയാനും പറ്റില്ല, ശരിയാവുമെന്നും പറയുന്ന അതിലൊന്നും അങ്ങനത്തെ എന്താ പറയുക ആശ്വസിപ്പിക്കലൊന്നും അതിലൊന്നും വലിയ കാര്യമില്ല, അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളോ പുള്ളി. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് കണ്ടോളാന്ന് പറഞ്ഞു. പിന്നീട് വീട്ടിൽ വന്ന് 2ാമത്തെ ദിവസമാണല്ലോ ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് സമയം അവസാന കാലം ഒരുമിച്ച് കിട്ടാതെ പോയി എന്നല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എല്ലാം സെറ്റിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇനി ഇവരോട് കുറച്ചധികം വർഷം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അത് കിട്ടിയില്ല. അതൊരു വലിയൊരു പിന്നെ മകളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ മകളുടെ കൂടെയൊക്കെ കുറേ സമയം കൂടെ അവരൊക്കെ വളർന്നു വരുന്ന പ്രായം അല്ലെങ്കിൽ പേരക്കുട്ടികളുടെ കൂടെയൊക്കെ സമയം ചെലവഴിക്കാൻ അതിനൊന്നുള്ളൊരു അവസരം പുള്ളിക്ക് കിട്ടിയില്ല എന്നുള്ളതിൻ്റെയൊക്കെ ഒരു സങ്കടം. കാരണം ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് മോളെടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ പറയും, അവൾ കഥയൊക്കെ മറ്റേ സ്കൂളിലൊക്കെ കഥ എഴുതലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ കഥയൊക്കെ വായിച്ചിട്ട് എൻ്റെ അടുത്ത് കേൾപ്പിക്കുമ്പോൾ ഞാൻ പറയും, ഇങ്ങനത്തെ കൂറ കഥയൊന്നും എഴുതി കൊണ്ടുവരരുത്, നിന്റെ അച്ഛൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് നീ വല്ലപ്പോഴും ഓർക്കണം. അപ്പം ഞാൻ ഇടക്കിടക്ക് പറഞ്ഞു കൊടുക്കും, വലിയ മനുഷ്യനായിരുന്നു മറ്റേ ആനവാൽ മോതിരത്തിൽ അച്ഛൻ്റെ ക്ലൈമാക്സിൽ പറഞ്ഞ ഈ ഇരിക്കുന്ന ആരാന്നറിയാമോ. കാരണം അപ്പം ഞാൻ എപ്പോഴും പുള്ളിക്കാരിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നിന്റെ അച്ഛൻ ആരാന്നുള്ളത്, നിന്റെ അച്ചാച്ചൻ ആരാന്നുള്ളത് നീ അറിയണം. അപ്പോൾ ഇടക്കിടക്ക് പുള്ളിക്കാരിൻ്റെ അടുത്ത് ഞാൻ പറയും, എന്ത് ചെയ്യുമ്പോഴും എന്നെ ഓർത്ത് ഇത് ചെയ്യില്ല, നിന്റെ അച്ഛൻ്റെ അച്ഛനെ ഓർത്തെങ്കിലും ഞാനോ പുള്ളിയുടെ പേര് പലപ്പോഴായിട്ട് നമ്മളെ നശിപ്പിച്ചു, നീ ഇനി നിന്റെ അച്ഛൻ്റെ പേര് നശിപ്പിക്കരുത് നടക്കുക, ഞാൻ അവളെ ഇതാക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ ലൈഫിൽ പല കാര്യങ്ങളും ഇനി നമ്മൾ ഈ സമയത്ത് ഇത് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ അത് നടക്കൂല, ഇനി നമ്മൾ ഈ സമയത്ത് ഇത് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് നടക്കൂല. അതേപോലെ അവസാന കാലം എല്ലാ തിരക്കും മാറ്റി വെച്ച് ഒരു സമയം വരും, ആ സമയത്ത് നമ്മൾ മാതാപിതാക്കളുടെ കൂടെ സമയം ചെലവഴിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു സമയമില്ല, അങ്ങനൊരു സമയമില്ല. അപ്പോഴേക്കും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും അവരും വയ്യാണ്ടാവും, അവരും നമ്മളെ വിട്ടുപോകും. അപ്പം ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പുള്ളിയുടെ ഒരു പെട്ടെന്നുള്ളൊരു ഇത്. എനിക്ക് ഇപ്പോഴും ഓർക്കുന്നത്, നമ്മൾ അച്ഛനൊരു അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, 500 രൂപ. നമ്മുടെ ഒരു ഇന്റർവ്യൂലായിരുന്നു അല്ലേ, അച്ഛൻ അഡ്വാൻസ് കൊടുത്ത് നമ്മൾ തമാശ രൂപത്തിൽ പറഞ്ഞാണെങ്കിലും ഞാൻ എത്രയോ ആഗ്രഹിച്ചായിരുന്നു ലാലേട്ടൻ അച്ഛൻ ഒളിപ്പിച്ച ഒരു സിനിമ എന്നുള്ളത്. അതിന് ഞാൻ അതിൻ്റെ ഒരു അന്നു മുതൽ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് നടക്കാതെ പോയ ഒരു സ്വപ്നമാണ്. കഥയും പറഞ്ഞാണ്. ആ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിൽ നമ്മൾ സ്വപ്നം കണ്ടുപോയതാണ്. അത് നടക്കാതെ പോയി. പക്ഷെ അച്ഛൻ അത് അന്നും ഒരു കോമഡി ആയിട്ട് എടുക്കുകയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇല്ല, ഞാൻ അവസാനമായപ്പോൾ ഞാൻ ഒക്ടോബർ എനിക്ക് തോന്നുന്നു അവസാനം ഞാൻ ആ കഥയുടെ ഒരു കുറച്ചൊരു രൂപം ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു. അത് പറയുകയും പുള്ളിക്ക് ഇഷ്ടപ്പെടുകയും പുള്ളി എന്നോടത് നീ പോയിട്ട് ഇത് ലാലിനോട് പറയൂ എന്നും പറഞ്ഞു. ഇനി നീ ഇത് പോയിട്ട് നീ എന്തിനാ ഇത് വെച്ചോണ്ടിരിക്കുന്ന, നീ ഇത് പോയി സംസാരിക്കൂ പറയൂന്നും പറഞ്ഞു. പക്ഷെ ആ സിനിമയായിരുന്നു അവർ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടെ എഴുതി ഉണ്ടാക്കിയ സിനിമയാണ്. അപ്പം അത് അച്ഛനില്ലാതായപ്പോൾ പിന്നെ ഞാൻ ആ സിനിമയെ വിട്ടു മാനസികമായിട്ട്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ആ സിനിമയെ വേണ്ടെന്ന് വെച്ചു. കാരണം അതിൽ നമ്മളെ പ്രൊഡക്ഷൻ കമ്പനി, അച്ഛൻ്റെ പേരിലുള്ള കമ്പനി തുടങ്ങുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള, കാരണം വർഷങ്ങൾക്ക് ശേഷം ഇവർ ഒരുമിക്കേണ്ടതായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ഇതിൽ ഇവർ ഒരുമിച്ച് വരണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ അതെല്ലാം എഴുതി. എല്ലാം ഒരുവിധം എല്ലാം ഓക്കെ ആയിരുന്ന സമയത്താണ് പെട്ടെന്ന് ഈ വീഴ്ച. പിന്നെ നമ്മൾ ഒന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പലരും പറയുമല്ലോ, ഒന്ന് വീണ് കഴിഞ്ഞ ഈ പ്രായത്തിലൊക്കെ പെട്ടെന്നൊരു വീഴ്ചയൊക്കെ സംഭവിച്ചാൽ ഭയങ്കര പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ ഭയങ്കര വേദനയും. കാരണം പുള്ളിക്കും കുറേ 6-7 വർഷമായിട്ട് ഡയാലിസിസ്, ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ അവസാന കാലമൊക്കെ ആയപ്പോൾ പുള്ളിക്കും മതിയായി എന്ന് തുടങ്ങി. ഒരു മുന്നോട്ട് ഒരു ഹോസ്പിറ്റൽ വീട് എന്നതിനപ്പുറത്തേക്ക് ഒരു ലൈഫിലല്ലോ. അത് എങ്ങനെ നടന്നിരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അങ്ങനെ നടന്നിരുന്ന ആൾക്കാർ പെട്ടെന്നൊരു, പക്ഷെ അപ്പോഴും നിരന്തരമായ ആൾക്കാർ വരുന്നുണ്ട്. പുള്ളി ഒരു പരിപാടിക്ക് പോലും പോവാതിരിക്കില്ല. എല്ലാ പൊതുപരിപാടികൾക്കും, അമ്മയുടെ കുടുംബസംഗമം പരിപാടി എല്ലാത്തിനും വരും. അപ്പോൾ ആൾക്കാരെ കാണുന്നതും സിനിമയ്ക്ക് വരും. അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് പോലും. അപ്പം അതൊക്കെ അത്ര വയ്യായി ഉണ്ടായിരുന്ന സമയത്ത് പോലും നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പോവാൻ തോന്നൂലല്ലോ. അപ്പോഴപ്പോലും ആൾക്കാരെ കാണണം,
പിന്നെ എല്ലാ പരിപാടിയും ടി വിയിൽ കാണും, എല്ലാ സിനിമകൾ കാണും, സീരിയലിരുന്ന് കാണും അവസാന കാലമായപ്പോൾ. അപ്പോൾ പുള്ളി ആസ്വദിച്ച്, അല്ലെങ്കിൽ ആ ലാസ്റ്റുള്ള വീഴ്ചയാണ് പുള്ളിനെ ഭയങ്കര തളർത്തിയത്. അതിന് മുന്നേ ഉള്ള ഇതെല്ലാം തന്നെ പുള്ളി കോമഡി ആയിട്ട് തന്നെ, അസുഖം അന്നും ഇന്നും പുള്ളിക്കൊരു തമാശ തന്നെയായിരുന്നു. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഇടക്ക് മരുന്ന് കഴിക്കാനുള്ള മടിയും, പിന്നെ ചില ഭക്ഷണങ്ങളും ഇതൊന്നും കഴിക്കാൻ പാടില്ലാത്ത സാധനം അതൊക്കെ വാരി വലിച്ച് കഴിക്കുകയും, ഷുഗർ പേഷ്യൻ്റാണ്, മധുരം കഴിക്കാൻ പാടില്ലാതിരിക്കുമ്പോഴും പുള്ളി മധുരം ധാരാളം കഴിക്കുകയും, അങ്ങനത്തെ തോന്നിയാസമൊക്കെ പുള്ളിയുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വീഴ്ച വലിയൊരു മാനസികമായിട്ട് പുള്ളിനെ ഭയങ്കര തളർത്തി. വീഴ്ച വന്നപ്പോൾ പുള്ളി, എനിക്ക് തോന്നുന്നു അവരടുത്ത് അല്ല കുറച്ച് പേരടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇനി അങ്ങ് പോയാൽ മതി എന്നുള്ളൊരു അവസ്ഥയായി. അത് തന്നെയാണ് ഇപ്പം അച്ഛനിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഷോകളാണ് ധ്യാൻ്റെ ഒരു കാര്യത്തിൽ, ഷോകളാണ് ഏറ്റവും കൂടുതൽ ഷോകൾ ചെയ്യുന്നത്. ഇപ്പം ധ്യാൻ എല്ലാ സ്ഥലത്തും ഷോയ്ക്ക് പോകുന്നു. എൻ്റെ അത്ര എന്നെക്കാളും ഷോ ചെയ്യുന്ന ഒരാൾ വീട്ടിലുണ്ട്. അത് പുള്ളി ലോകത്ത് ഏറ്റവും കൂടുതൽ ഷോ ചെയ്യുന്ന പുള്ളിയായിരിക്കും. വിനീതാണ്. കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം മാത്രം 365 ദിവസത്തിൽ 150 170 ഷോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. സ്റ്റേജ് 150+ എന്നാ എന്നോട് പുള്ളിയുടെ മാനേജർ നൗഫലിക്ക പറഞ്ഞത്. അത്രമാത്രം സ്റ്റേജ് ചെയ്യാന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഒരു ദിവസം ഇടവിട്ട് സ്റ്റേജ് ചെയ്തിട്ടുണ്ട് സ്റ്റേജുകൾ. ഇപ്പൊ ഞാനിപ്പോ പോകുന്നത് ലാലേട്ടൻ്റെ കൂടെ, ചിത്ര ചേച്ചിയുടെ കൂടെ, വലിയ വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെയാണ് പോണത്. എനിക്ക് മറ്റേ ലണ്ടൻ ഷോ ഒക്കെ ഉണ്ട് കഴിഞ്ഞപ്പം എന്താണ് ഞാൻ ഇങ്ങനെ മാറിയതെന്ന് ചിന്തിച്ചു പോയി. കൗണ്ടറുകളിലെ കൗണ്ടർ ലാലേട്ടൻ എങ്ങനെയാണ് എൻജോയ് ചെയ്തത് ആ കൗണ്ടറുകൾ? കൗണ്ടറുകളെന്നല്ല, ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് ഈ ഷോ മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്തത്, ലണ്ടനിലെ ഷോ കോർഡിനേറ്റ് നോഡി എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ പുള്ളിയാണ് എന്നോട് പറഞ്ഞത് ധ്യാനും കൂടെ ഈ ഷോൻ്റെ ഭാഗമാണ്. അപ്പം എനിക്കൊന്ന് ലാൽ സാർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പിന്നീട് ഓൾമോസ്റ്റ് ചിത്ര ചേച്ചി ലാൽ സാറും കഴിഞ്ഞതിന് ശേഷം പുള്ളി കോണ്ടാക്ട് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു ആരൊക്കെ ടീം എന്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതിനിടയിൽ ഡയറക്ടർ അജിത്തേട്ടനുണ്ട്. അപ്പോൾ ഇങ്ങനെ പലരുടെയും കോൺടാക്റ്റുകൾ ചോദിച്ചു, പലരുടെയും നമ്പർ അയച്ചു കൊടുത്തു. അതിനുശേഷമാണ് പല ആർട്ടിസ്റ്റൊക്കെ വരുന്നത്. അതിനുശേഷം അജിത്തേട്ടനുമായിട്ട് ഞാൻ ഷോൻ്റെ ഡയറക്ടർ അജിത്തേട്ടനുമായിട്ട് ഞാൻ ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അന്ന് ഇതിൻ്റെ പ്ലാനിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഷോ എങ്ങനെ, കാരണം ഇതൊരു 6-7 മാസം മുന്നേ ഇവർ പ്ലാൻ ചെയ്തത്. അപ്പോൾ അന്ന് അതിൻ്റെ ഒരു ഫോർമാറ്റും, കാരണം വലിയ ഷോ ആണ്, ഇങ്ങനൊരു ഷോ ചരിത്രത്തിൽ നടന്നിട്ടില്ല. കാരണം ആ ഷോൻ്റെ പ്രൊഡക്ഷന് തന്നെ, ഒരു സ്റ്റേജിൻ്റെ പ്രൊഡക്ഷൻ 2.5-3 കോടി രൂപ എക്സ്പെൻസ് ഉണ്ട്. ആ വെന്യൂവിൻ്റെ വാടക തന്നെ, അല്ലെങ്കിൽ ആ വെന്യൂൻ്റെ റെൻറ്റ് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അത്രയും വലിയ കോസ്റ്റിൽ നമ്മൾ ഇത്രയും വലിയൊരു ഇത് ചെയ്യുന്നത്, മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ലെജൻഡറി ആക്ടറിനെ ഫീച്ചർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ അവിടെയുള്ള ആൾക്കാർക്കുള്ളൂ. അവർക്ക് ഇത് ടിക്കറ്റഡ് ഷോ ആണെങ്കിൽ പോലും ഇതിൽ നിന്ന് വലിയൊരു ലാഭം കൊയ്യാമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തേൻ്റെ പുറത്തല്ല. ലാൽ സാറിനെ ഫീച്ചർ ചെയ്തുകൊണ്ട് ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഷോ ചെയ്യുക എന്നുള്ളതാണ്. സാമ്പത്തികം സെക്കൻഡറി. അപ്പോൾ അത്രയും വലിയ ഷോയും അത്രയും വലിയ പ്ലാനിങ് ഉണ്ടാവണം, അത്രയും എൻഗേജിങ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു എന്താ പറയണ്ടേ ഷോ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇവൻറ്റ്സ് പ്രോഗ്രാം ഉണ്ടാവണം. അപ്പോൾ ആദ്യം അജിത്തേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ അതിൽ കുറേ എനിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില പ്രശ്നങ്ങളൊന്നും, സ്കിറ്റിൽ ചെറിയ എന്തോ ഒരു ശരിയില്ലായ്മ തോന്നി. കാരണം സ്കിറ്റ് ഇപ്പോൾ ഭയങ്കര ഫുൾ സ്കിറ്റൊക്കെ കളിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ഗൂഗിൾ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല, പഴയ പോലെ ഏൽക്കൂല. അപ്പം ഞാൻ അജിത്തേട്ടൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു ഓർഡർ, അജിത്തേട്ടൻ ഇതൊന്നും മാറ്റുകയാണെങ്കിൽ അത് പുള്ളി പെട്ടെന്ന് തന്നെ പുള്ളി പിന്നെയും ഓർഡറൊക്കെ സ്വാപ്പ് ചെയ്ത് പുള്ളി പരിപാടിയൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് പുള്ളി എനിക്കൊരു ഫ്രെയിം തന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനം ഇങ്ങനെയൊക്കെയാണ്, നമുക്ക് ഇന്ന പാട്ടുകളുണ്ട്, ഇന്ന എൻട്രി ഉണ്ട്, ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ പഴയ പോലെ MC ആങ്കർ വന്നിട്ട് അടുത്തതായി നിങ്ങൾ പാടുന്നു, അത് പുള്ളി ബ്രേക്ക് ചെയ്തു. അത് പുള്ളി അജിത്തേട്ടൻ അത്രയോ ഈസ്റ്റ് കോസ്റ്റിൻ്റെ കൊണ്ട് അന്ന കാലം മുതൽ ഷോ ചെയ്യുന്ന പുള്ളി പറഞ്ഞു, ഞാൻ നമുക്ക് MC പരിപാടിയൊക്കെ മാക്സിമം ഉണ്ട്. ആങ്കർ ഉണ്ടായിരുന്നു തുടക്കത്തിലും ഇടയിലും ഒടുക്കത്തിലും, അങ്ങനെ ഓരോരോ പരിപാടിക്കിടയിൽ ആങ്കറിങ്. അല്ലാണ്ട് പണ്ട് അച്ഛന് ഇവരുടെ പരിപാടികളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഒരു ലീഡ് കണക്ഷൻ ഇടാൻ വേണ്ടി ഇവർ തന്നെ സർക്കസിലെ ജോക്കർമാർ വരുന്ന പോലെ ഈ കഥാപാത്രങ്ങൾ വന്ന് ഒരു കഥയുണ്ടാവും. ആ ഷോന് മുഴുവൻ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അജിത്തേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു ഫ്രെയിം തരാം, നീ അതിനൊന്ന് എഴുതി നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായി സ്റ്റേജ് ഷോന് വേണ്ടി എഴുതുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അച്ഛൻ രാത്രികൾ
പല ഷോകൾ ഞാൻ ആക്ച്വലി ഇവരുടെ തന്നെ ലാൽ സാർ എത്രയോ വർഷം 10-25 വർഷം മുന്നേ ഉള്ള ഷോന് ഗീത് ഹോട്ടലിൽ റിഹേഴ്സൽ നടക്കുമ്പോൾ അച്ഛനാണ് അതിൻ്റെ സ്കിറ്റ് എഴുതിയിരുന്നത്. അന്ന് അച്ഛൻ്റെ കൂടെ അതിൻ്റെ റിഹേഴ്സലിൽ ഞാൻ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര കൗതുകമാണ് ഇവർ പെർഫോം ചെയ്യുന്നതും ലൈവായിട്ട്. നമ്മൾ സ്കിറ്റാണല്ലോ, സിനിമയിൽ പോലെയല്ലല്ലോ, കുറച്ചുകൂടെ ത്രോ ഉണ്ടാവും, കുറച്ചുകൂടെ ഇളകി ചെയ്യണം. സ്റ്റേജ് വേറെ തന്നെ ഒരു എനർജിയാണല്ലോ. അപ്പോൾ അന്ന് മുതലേ ഞാൻ കാണുകയാണ് ലാൽ സാറിൻ്റെ ഒരു എനർജിയും സ്റ്റേജിൽ എങ്ങനെയാണ് പുള്ളി അതിൻ്റെ റിഹേഴ്സ് ചെയ്യുന്ന സംഭവമൊക്കെ. അപ്പം അന്നുള്ളതിൻ്റെ ഒരു പടി മുകളിലുണ്ടെങ്കിലേ ഉള്ളൂ എനർജി. പുള്ളി അതിനേക്കാളും ഹാപ്പിയാണ്, അതിനേക്കാളും എന്തൂസിയാസമാണ് പുള്ളിക്ക് ഇത് ചെയ്യാൻ. ഇപ്പോഴാകുമ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് പുള്ളി ഇത്രയും അധികം പാട്ടുകളില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ പാട്ടും പാടുന്ന ഡാൻസും കളിക്കുന്നത് കൂടുതലാന്നേ ഉള്ളൂ. അപ്പോൾ ചില സമയങ്ങൾ നമുക്ക് തോന്നും മോഹൻലാലാണല്ലോ, ഇടക്കിടക്ക് വന്ന് കളിക്കണ്ടല്ലോ. പക്ഷെ പുള്ളിയുടെ എനർജിയിൽ പുള്ളി റെഡിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്കിറ്റാണ് എന്നെ ഏൽപ്പിച്ച ജോലി. കാരണം ഇത് ഭയങ്കര ടെൻഷനാണ്. പാട്ടും ഡാൻസും ഓക്കെയാണ്, അത് റിഹേഴ്സൽ ചെയ്ത് ഇതായി കഴിഞ്ഞാൽ അത് കയറിപ്പോയിക്കോളും. സ്കിറ്റ് അങ്ങനെയല്ല, ആൾക്കാർ ചിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ സ്കിറ്റിൽ എന്താ പ്രശ്നം വെച്ചാൽ വൃത്തിക്ക് എഴുതിയില്ലെങ്കിൽ പരിപാടി മൊത്തത്തിൽ കുളമായിപ്പോൾ. അത് സ്കിറ്റിന് പാട്ടും പാടി 2 പാട്ടെല്ലാം പ്രൊഫഷണൽ സിംഗേഴ്സാണ്, പ്ലേ ബാക്ക് സിംഗേഴ്സാണ്, പിന്നെ ഡാൻസ് കളിക്കുന്ന പ്രൊഫഷണൽസാണ്. ലാൽ സാർ ഇത് രണ്ടും ചെയ്യുന്ന ആളാണ്. സ്കിറ്റിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളിച്ച് എടുക്കുക എന്നുള്ളതാണ്. കളിച്ച് ശരിയാവുക, അല്ലെങ്കിൽ അതിനൊരു ബേസിക് ഒരു സാധനം ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അപ്പം കൂവൽ കിട്ടും സ്റ്റേജിൽ. അപ്പോൾ ഇതിന് ഭയങ്കര ലാൽ സാർ ഭയങ്കര കോൺഷ്യസ് ആയത്, നമ്മളെല്ലാവരും ഭയങ്കര ശ്രദ്ധിച്ച ഇത് എങ്ങനെ ആക്കിയെടുക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അച്ഛൻ്റെ എന്ന് പറയണ്ടേ, അച്ഛനിത് ചെയ്ത ഒരു ഓർമ്മയും ഞാൻ കണ്ട പഴയ ഇവർ ചെയ്തതിൻ്റെ ഒരു ഫോർമാറ്റ്, അത് പല പല രീതിയിൽ ക്യാരക്ടേഴ്സ് ആക്കി വന്ന് പെർഫോം ചെയ്ത്. അപ്പോൾ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, അച്ഛൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു രീതിയുണ്ട്. അപ്പോൾ അത് പിന്നീടുള്ള പല ഷോയിലും ഞാൻ സിദ്ദിഖ് ലാലും അവരുടെയൊക്കെ ഷോയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള പല അതിൻ്റെയൊക്കെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി, അങ്ങനെ കൈവച്ചു എന്ന് പറഞ്ഞ പോലെ ഒരു തുടക്കം കുറിച്ചു. അത് ഹിറ്റായി, അത്യാവശ്യം നന്നായിട്ട് UK-ലും അയർലൻഡിലും ഇവിടെ എത്തിയപ്പോൾ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ അത് ഓടി. ഇമ്മീഡിയറ്റ്ലി അടുത്ത ഷോ ന്യൂസിലാൻഡിലാണ്, ഓസ്ട്രേലിയ പിന്നെ വിസയുടെ പ്രശ്നങ്ങൾ നടന്നില്ല. ന്യൂസിലാൻഡിലും വന്നപ്പോൾ എന്നോട് അജിത്തേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം ലാൽ സാറിനോട് പറഞ്ഞു ധ്യാനാണ് എഴുതുന്നതെന്ന് പറഞ്ഞു. ഞാൻ വന്നു, ലാൽ സാറിൻ്റെ കൂടെ ഇരുന്നു. ഞാൻ ഒരു ദിവസം ഇവിടെ വന്നിട്ടാണ് എഴുതിയത്. ഒരു ഫ്രെയിം ഇതേപോലെ അവരൊരു ഫ്രെയിം തരും, ഇതിനകത്താണ്. അപ്പം നമ്മൾ നോക്കുന്ന വെച്ചാൽ എത്ര എൻട്രി ഉണ്ട്, എത്ര ലാൽ സാറിന് ഇടയിലുള്ള മൊത്തം ഷോൻ്റെ ഒരു ഫില്ലിംഗ് ഇത് തരും നമുക്ക്. എന്നിട്ട് ഇതിനിടയിൽ എവിടെയൊക്കെയാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്, ഇതിൻ്റെ ഒരു നമ്മളതിനെ അനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇന്ന് ഇപ്പം ചില എൻട്രി വേണ്ട ഒഴിവാക്കാം. അപ്പോൾ അവരും ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരുന്നു. അജിതേട്ടൻ ഭയങ്കര ഇതിൻ്റെ അഗ്രഗണ്യനാണ്. അപ്പോൾ ഇത്തവണ വന്നു ഒറ്റ സിറ്റിംഗ് ചെയ്യുന്നു. കാരണം ലാൽ സാറ് കൺവിൻസ്ഡ് ആവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു നറേഷൻ കൊടുത്തപ്പോൾ തന്നെ പുള്ളി ഓക്കെ അടിച്ചു. അത് തന്നെ വലിയ കാര്യം. കാരണം ഫസ്റ്റ് ടൈം വന്ന സമയത്ത് പുള്ളി കറക്ഷൻസും അവിടെ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത്തവണ വന്നപ്പോൾ തന്നെ പരിപാടി ഓക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് എഴുതി, ഇതേ സ്ഥലത്ത് നമ്മൾ ഇരിക്കുന്ന ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ എഴുതുന്നത്. ഇവിടുന്ന് എഴുതി എനിക്കൊന്ന് ഒറ്റ ദിവസം എടുത്തുള്ളൂ. അത് എഴുതി കഴിഞ്ഞിട്ട് രാത്രി ഷോ കഴിഞ്ഞിട്ട് ന്യൂസിലാൻഡിൽ നിന്ന് ഇവരെല്ലാവരും കൂടെ എന്നെ വീഡിയോ കോൾ ചെയ്തു. എന്നുവെച്ചാൽ അജു, ഷാജോൻ ചേട്ടൻ, മനോജ് ചേട്ടൻ, സ്റ്റീഫൻ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ വീഡിയോ കോൾ ചെയ്തു. എന്നുവെച്ചാൽ ഭയങ്കര ഹിറ്റായിരുന്നു എന്ന് പറഞ്ഞു സ്റ്റേജ്. എന്നുവെച്ചാൽ ഷോയും സ്കിറ്റും. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം. കാരണം അത് വേറെ തന്നെ ഒരു മേഖലയാണ്. നമ്മൾ അച്ഛൻ പണ്ട് ചെയ്തിരുന്ന ഒരു ഏരിയ ആണ്. സിനിമയ്ക്ക് പുറത്ത് ഇങ്ങനെ സ്കിറ്റൊക്കെ എഴുതി കൊടുക്കുന്ന അതിലും ഒരു അപ്പം അജിത്തേട്ടനും അതാ പറഞ്ഞത്, അച്ഛൻ പണ്ട് സ്ഥിരം ചെയ്തിരുന്ന സാധനം നീ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പം അദ്ദേഹം കൈവച്ച ഏറിയ മേഖലയിലൊക്കെ നമ്മൾ കൈവയ്ക്കുന്നു, അത് വിജയമാകുന്നു എന്ന് അറിയുമ്പോൾ ഉള്ള സന്തോഷം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഡിസംബറിൽ വീണ്ടും ദുബായ് ഷോ ഡിസംബർ 1, 2, 3 നാറ്റം. അതിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്, അതിൽ എഴുത്തുണ്ട്. ആ യാത്ര തുടരുകയാണ് കേട്ടോ. അച്ഛന്റെ പാതയിലൂടെ അല്ല, ഏറ്റവും വലിയ കാര്യം പുള്ളി ആ മേഖലയിലൊക്കെ തന്നെ, എല്ലാ എഴുത്തിന്റെ മേഖലയിലൊക്കെ തന്നെ പുള്ളി, കാരണം ഞാൻ പറഞ്ഞില്ലേ സ്കിറ്റ് എഴുതുക എന്ന് പറയുന്നത് ബേസിക്കലി സ്കിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ചളിയാണ് വേണ്ടത്. സിറ്റുവേഷണൽ ഹ്യൂമർ ഒന്നുമില്ലല്ലോ പ്രത്യേകിച്ച് സിനിമ പോലെയല്ലല്ലോ. ചളിയാണ് നമുക്ക് വേണ്ട. ആ ചളിയുടെ മീറ്ററാണ് നമ്മൾ അറിയേണ്ടത്. ചളി
കുറച്ച് കൂടുകയോ കുറയോ ചെയ്യാൻ പാടില്ല, കറക്റ്റ് ആയിരിക്കണം ചളി. എഴുതുന്ന ചളി കറക്റ്റ് ആയിരിക്കണം. കാരണം പെട്ടെന്ന് കിട്ടുന്ന ചിരിയേ ഉള്ളൂ. ഒരു സാധനം പാളിയാൽ ഇമ്മീഡിയറ്റ്ലി കൂവൽ വരും ഒരു സൈഡിൽ നിന്ന്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ചളിയുടെ മീറ്റർ അറിഞ്ഞുകൊണ്ട് എഴുതുക എന്നുള്ളതാണ്. എഴുതി വെക്കുന്നത് ചളി തന്നെ ആയിരിക്കും. അത് ധ്യാനം കഴിയുന്നവർക്ക് അറിയുകയും ചെയ്യാം. അല്ല, ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാൽ സെൽഫ് ട്രോളിൻ്റെയും ഇതിൻ്റെയൊക്കെ കാലമാണല്ലോ. അപ്പം നമ്മൾ പലപ്പോഴും എഴുതുന്ന സാധനത്തിനകത്ത് പല ട്രോളുകളുണ്ട്. ഇപ്പം ഞാൻ ലാൽ സാറിൻ്റെ എഴുതിയ ന്യൂസിലാൻഡിൽ എഴുതിയ സാധനത്തിനകത്ത് ഞാനൊരു സാധനം എഴുതിയെന്ന് വെച്ചാൽ അതിൽ അജു അച്ഛൻ്റെ ചിതാഭസ്മമായിട്ട് വരിക. അച്ഛൻ ഷാജോൻ ചേട്ടനാണ്. അപ്പോൾ അച്ഛന് കുറേ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്. ബക്കറ്റ് ലിസ്റ്റിൽ ഒരു ബക്കറ്റുമായിട്ടാണ് വരുന്നത്. അപ്പം അച്ഛൻ്റെ ഓരോ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക. അപ്പോൾ അതിലൊരു ഏരിയ, ഞാൻ ഫുള്ള് പറയണില്ല, ഒരു ഏരിയ എന്ന് വെച്ചാൽ അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ് അച്ഛൻ്റെ പേരിൽ മെമ്മോറിയൽ അവാർഡ് വേണം. വെച്ചാൽ അച്ഛൻ്റെ പേരിൽ സോമൻ ലാലിനാ പേര്, അജുവിൻ്റെ പേര് പ്രണവ്. ഓക്കെ, അപ്പോൾ സോമൻ ലാലിന് മെമ്മോറിയൽ അവാർഡ് വേണം എന്ന് പറയുന്നത്. അങ്ങനെ അവാർഡ് ഫംഗ്ഷൻ നടക്കുന്നു. അവാർഡ് ഫംഗ്ഷനിൽ മികച്ച ഗായികക്ക് ചിത്ര ചേച്ചിക്ക് അവാർഡ് കൊടുക്കുന്നു. മനോജ് ചേട്ടനുണ്ട് പരിപാടിക്ക്. മനോജ് ചേട്ടന് യൂത്ത് ഐക്കൺ അവാർഡ് കൊടുക്കുന്നു. ലാലേട്ടന് അവാർഡ്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കും, മോനെ എനിക്കത് അവാർഡ് എന്ന് ചോദിക്കുമ്പോൾ അജു പറയും, സാറിന് നമുക്ക് ലൈഫ് ടൈം, മോനെ ലൈഫ് ടൈം വേണ്ട, അത് വീട്ടിലിരുത്താനുള്ള അവാർഡല്ലേ, അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് സാർ എന്നാൽ പിന്നെ ഒരു അവാർഡ് തരാം, ദാ കാണുമെന്ന് പറയുമ്പോൾ ബാക്കിലൊരു LED വാളിൽ പ്ലേ ചെയ്യും. സ്വന്തം കൂട്ടുകാരന് വേണ്ടി ജീവൻ വരെ പണയം വെച്ച് എൻ്റെ ഏതോ ഒരു അലവലാതിയുടെ കുത്തും കൊണ്ടും ചത്തു വീണ, ഇത് ഞാൻ എഴുതി കൊടുത്ത വോയിസ് ഓവറാ, അത് അതുപോലെ ഉണ്ടോയെന്ന് അറിയില്ല. കുത്തുകൊണ്ട് ചത്തു വീണ ലാൽ സാറിന് മികച്ച സപ്പോർട്ടിങ് ആക്ടർ പാട്രിയോട്ടിന്. ഓക്കെ, ആ അപ്പോൾ പാട്രിയോട്ടിന് മികച്ച സപ്പോർട്ടിങ് നടൻ. അപ്പോൾ ലാൽ സാർ ചോദിക്കും, സപ്പോർട്ടിങ് ഒക്കെ ഓക്കെ മോനെ, മികച്ച നടനാരാ? അതിനെന്താ സംശയം, ബ്രഹ്മയോഗം ഇച്ചാക്ക എന്ന് പറയും. ഓക്കെ, എന്നിട്ട് ലാൽ സാറിന് അവാർഡ് കൊടുത്തിട്ട് പറയും, ഇത് ലാൽ സാർ നാട്ടിലെത്തുമ്പോൾ ഇച്ചാക്കൊക്കെ കൊടുക്കണം എന്ന് പറയും. ഇത് ഞാൻ എഴുതിയിട്ട് ലാൽ സാർ ഇരിക്കുമ്പോൾ ഞാൻ വായിക്കാം. ഞാൻ പറഞ്ഞു, ലാലങ്ങളെ ഇത് മാറ്റണോ എന്ന്. കാരണം സൂപ്പർ സ്റ്റാറിനെ കളിയാക്കുകയാണ് നമ്മള്. അദ്ദേഹം അച്ഛൻ ചെയ്തിരുന്ന പരിപാടിയൊക്കെ തന്നെയാണ് കളിയാക്കലൊക്കെ. പക്ഷെ അദ്ദേഹത്തിന് നമ്മൾ ഇരുത്തിക്കൊണ്ട് കളിയാക്കുമ്പോൾ പക്ഷേ അദ്ദേഹം അത് ഭയങ്കരമായിട്ട് ആസ്വദിക്കും. ഞാൻ പറഞ്ഞു, ഞങ്ങളെ മാറ്റണമെങ്കിൽ പോട്ടെ, അതൊന്നും പറയണ്ട, രസമല്ലേ എന്ന് പറഞ്ഞു. ആ രസമല്ലേ എന്ന് പറയുന്നത് നമുക്ക് തരുന്നൊരു സ്വാതന്ത്ര്യമാണ്. ഓക്കെ, അത് പുള്ളി ആസ്വദിക്കുന്നുണ്ട്. അത് ഇന്നത്തെ കാലത്ത് അത്തരം സെൽഫ് ട്രോളുകളെയും അല്ലെങ്കിൽ പുള്ളിയും ആസ്വദിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ, അല്ല നമുക്ക് നമ്മളെ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണല്ലോ, നമ്മൾ കളിയാക്കുവാണ് ഒരു സൈഡിൽ പുള്ളിനെ. തമാശയാണല്ലോ, അത് ആൾക്കാരും ആസ്വദിക്കുന്നു, പുള്ളിക്കറിയാം. ആ സ്റ്റേജിലുള്ള ആൾക്കാർ അത് കേൾക്കുമ്പോൾ ആസ്വദിക്കും എന്നുള്ള പുള്ളിയുടെ ഒരു ഇതും കൂടെ വെച്ചിട്ട്, ചില അല്ലെങ്കിൽ വേറൊരാളാണെങ്കിൽ അത് വേണ്ട മോനെ എന്തിനാ കളിയാക്കുന്നത് അങ്ങനെ പറയുന്ന ആൾക്കാർ എനിക്കറിയാം. 100% പറയും, മാറ്റണം അവനെ, അങ്ങനെ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഈ എഴുത്തിൽ എനിക്ക് കിട്ടി. അപ്പോൾ ഇനി അടുത്ത മൂന്നിൽ എന്ത് എഴുതാം? ഇനി കഥയും സിനിമയും എഴുതാം. സിനിമ ഞാൻ ഓൾറെഡി ഒരെണ്ണം എഴുതി വെച്ചിരുന്നു. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് അച്ഛൻ്റെ ഇത് കാരണം. അതെ, ഇനിയിപ്പോൾ മാറ്റി ഒന്ന് പിടിക്കാം. ലാലേട്ടൻ്റെ അടുത്തേക്ക് എത്താനുള്ള നല്ല എഴുത്തുകാരനെന്ന് ലാലേട്ടൻ അംഗീകരിച്ചിരിക്കുന്നു. അത് ഈ സ്കിറ്റ് എഴുതുന്ന പോലെയല്ലോ സിനിമ എഴുതുന്നത്. സിനിമ എഴുതുന്നത് കുറച്ചുകൂടെ, അല്ല റൂട്ട് എന്നും നമുക്കിപ്പോൾ പുള്ളി അദ്ദേഹത്തിൻ്റെ അടുത്ത് കഥ പറയാനുള്ള ഇതുണ്ട്. പക്ഷേ ഇത് സ്റ്റേജ് ഷോ വേറെ, അത് വേറെ തന്നെ. ഒരു ഫീച്ചർ ഫിലിം എഴുതി അത് പബ്ലിനെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ സിനിമ എഴുതാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ്. 100%. അച്ഛനും ലാലേട്ടനും ചെയ്ത സിനിമകളിൽ ഞാൻ എന്നും ഓർത്തു വെക്കുന്ന കഥാപാത്രങ്ങൾ ഏതായിരിക്കും? ഒരുപാടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, മിഥുനം, ഇവരുടെ നാടോടിക്കാറ്റ്, പട്ടണപ്രവ, ആ സീരീസിലെ പടങ്ങളെല്ലാം തന്നെ, ചന്ദ്രലേഖ, ബുധനാണ് താരം, എന്താ അരം പ്ലസ് അരം കിന്നരം, ആ 80s ആ തുടക്കത്തിലുള്ള എല്ലാ സിനിമകളും തന്നെ. ഗാന്ധിനഗർ പിന്നെ ബെസ്റ്റ് കൂട്ടുകാരന് വേണ്ടി മറ്റേ മുതലാളി, ദാക്ഷായണി ബിസ്ക്കറ്റ്, മുതലാളിന് മറ്റേ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തു, മലയാള സിനിമയിൽ ഏറ്റവും നല്ല പ്രപ്പോസൽ സീനായിട്ട് ഇന്നത്തെ ജെൻസി കുട്ടികൾ പറയുന്ന സീൻ എന്ന് പറയുന്നത്, ഒരു 10-22 വയസ്സുള്ള ഒരു പെൺകുട്ടി പറയാ, ശ്രീനിവാസൻ മിഥുനത്തിൽ പറയുന്ന ഡയലോഗില്ലേ, സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിരിയുന്നത്. അതിനേക്കാളും വലിയൊരു പ്രപ്പോസൽ സീൻ ഇല്ല എന്നാണ് പറയണേ. അപ്പോൾ അതൊക്കെ എത്ര വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം എഴുതി വെച്ചാന്നുള്ളതാണ്. അപ്പം കാലത്തിനൊക്കെ എത്രയോ വർഷം ട്രാവൽ ചെയ്തെന്നുള്ളതാണ്. നമ്മളെ ജനറേഷനിൽ നിൽക്കുമ്പോഴും
നമ്മുടെ 2000 അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ പോലും നമ്മൾ പണ്ടത്തെ ജയൻ്റെയും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കുറച്ച് ഡയലോഗൊക്കെ നമ്മൾ ഈ കൂലി പുള്ളേഴ്സ് ബെഗേഴ്സ് അതൊക്കെ ഓർത്തുണ്ട്. ഞാൻ പിന്നീട് കാണുമ്പോൾ ഇപ്പോൾ വരുമ്പോൾ എത്രയെത്ര ഡയലോഗുകളാണ് പണ്ടത്തെ സിനിമകൾ. ലേറ്റ് 2000-ലോ 2015 10 ശേഷമുള്ള എത്ര സിനിമകളുടെ അല്ലെങ്കിൽ 15 ശേഷമുള്ള ലാസ്റ്റ് 10 വർഷത്തെ ഏതൊക്കെ സിനിമയുടെ ഡയലോഗാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. എല്ലാം ഒന്ന് 2000 ഏറിയ സമയത്തുള്ള ദിലീപ് ഏട്ടൻ, സലീം ഏട്ടൻ ഏറിയ, പിന്നെ 80s പോണേ. 90s മാസ് സിനിമകളുടെ കാലമായിരുന്നു. കിങ്, കമ്മീഷണർ എന്നൊക്കെ പറഞ്ഞു. 90s തമാശ പടങ്ങൾ ഉണ്ടെങ്കിൽ പോലും പിന്നെ 80s നേരെ 80s. അപ്പം ഇന്ന് എനിക്ക് തോന്നുന്നു റീൽസിലും കട്ട്സിലൊക്കെ വരുന്ന പല പല സിനിമകളുടെ ഡയലോഗ്സൊക്കെ അച്ഛൻ എഴുതിയ വെള്ളാനകളുടെ നാട് ഇപ്പം ശരിയാക്കി തരാം, താമരശ്ശേരി ചുരം, ഗഫൂർ കാ ദോസ്ത്, നാടോടിക്കാറ്റ്, തേങ്ങ ഉടക്ക് സ്വാമി, ഇതൊക്കെ പുള്ളി എഴുതി വെച്ചാന്നുള്ളതാണ്. പിന്നെ എനിക്ക് എടുത്തു പറയാനാണെങ്കിൽ കുറേ ഉണ്ടല്ലോ. പിന്നെ ചിത്രം, ഇത് തേങ്ങയല്ല. ഇപ്പം ഞാനൊരു പരസ്യത്തിൽ ഇതിലൊലക്കയുമല്ല അഭിനയിച്ചു ഞാനിപ്പോൾ ഒരു പരസ്യത്തിൽ. പിന്നെ ഗോളാന്തര വാർത്തയിലെ കാരക്കുട്ടിൽ ദാസൻ, അത് ഞാൻ പരസ്യത്തിൽ ഇത് പുള്ളി നേരത്തെ എഴുതി വെച്ചുകൊണ്ട് പരസ്യക്കാരനോട് പറയാ അത് തന്നെ. അപ്പൊ അത് തന്നെ ഞാൻ റീക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഒരു പരസ്യം ചെയ്തു ഇപ്പോൾ UGS വേണ്ടി, ഗോൾഡ് ലോണിന്റെ ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ എത്ര സിനിമയിൽ എന്തൊക്കെ ബോയിങ് അച്ഛനാണ് അന്ന് ഡയലോഗ്സ് എഴുതുന്നത്. പിന്നെ മഴ പെയ്യുന്ന മതളം കിട്ടുന്നു. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ DC, എത്ര വർഷം പഴക്കമുണ്ട് ആ സിനിമക്ക്. അതിലൊക്കെ ഡയലോഗ്സ് നമ്മൾ ബോയിങ് 1 ബോംബ് 2 ബോംബ് ഇതൊക്കെ പുള്ളി എഴുതിയതല്ലേ. ആലോചിച്ചു എത്ര അന്ന് എനിക്ക് തോന്നുന്നു 89, 90 അഴകിയ വെറുത്ത് കൊണ്ട് ശങ്കരനോട് എനിക്കിപ്പോൾ ഇഷ്ടം തോന്നി എന്ന് പറയുന്ന സാധനമൊക്കെ ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ. അഴകിയ രാവണൻ അത് സ്ക്രിപ്റ്റായിട്ട് ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പം അത് ഞാനിങ്ങനെ വെറുതെ സമയമുള്ള സമയത്തൊക്കെ ഇടക്കിടക്ക് വായിക്കാറുന്ന ഒരു ബുക്കാണ്. ഇപ്പോഴും ആ സ്ക്രിപ്റ്റൊക്കെ വായിക്കാൻ എന്ത് രസമാണെന്നറിയാം. അത്ര രസകരമായിട്ടാണ്. അതും ആലോചിക്കണം, ഇത് ഒരുമിച്ച് ഒരു എഴുതിയൊന്നുമല്ല. ജഗദീഷ് അങ്കിൾ പറഞ്ഞ പോലെ 97ാമത്തെ സീനൊക്കെ ഫസ്റ്റ് ഡേ എഴുതി കൊടുക്കും. മണിയും രാജു അങ്കിൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ, പൊന്മുട്ടയിടുന്ന താറാവ് ചെയ്യുന്ന സമയത്താണ് അപ്പുറത്ത് സന്മനസ്സുള്ള ഒരു സമാധാനം ഷൂട്ട് കിടക്കുന്നത്. രാത്രി അവിടുത്തെ ലോറിക്കാർക്കാണ് ഈ സ്ക്രിപ്റ്റിന്റെ കോപ്പി കൊടുത്തു വിടുന്നത്. പൊന്മുട്ടയിടുന്ന താറാവിന്റെ ലൊക്കേഷനിൽ നിന്ന് കോഴിക്കോടേക്ക് ലോറിക്കാരുടെ കയ്യിലാണ് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യേണ്ട സ്ക്രിപ്റ്റ് കൊടുത്തു വിടുന്നത്. 19 ദിവസത്തിലോ 20 ദിവസത്തിലാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം വെള്ളാനകളുടെ റോഡ് റോളർ വെള്ളാനകളുടെ ഷൂട്ട് തീർക്കുന്നത്. നമുക്ക് ഇപ്പോൾ മറ്റേ അക്കരയിലെ അപ്പത്തുണി ഒക്കെ തന്നെ ഇവരുടെ എനിക്കൊന്ന് ആ സമയത്ത് അച്ഛൻ സന്ദേശം മറ്റേ എനിക്ക് അതിലേറ്റവും ഇഷ്ടമുള്ള അന്തർധാര, താത്വിക അവലോകനം, ഇതൊക്കെ. പിന്നെ ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ പോൾ ബാർബർ, ഇങ്ങനെയൊക്കെ ക്യാരക്ടേഴ്സിന് പേരിടുകയല്ലേ. പോൾ ബാർബർ എവിടെ നിന്ന് കിട്ടുന്നു അല്ലേ? പോൾ ബാർബർ ആ പേര് ഒരാൾ, ഇതൊക്കെ പുള്ളി പേരിടുകയല്ലേ. സന്ദേശത്തില് മറ്റേ ഇന്നസെന്റങ്ങൾ വന്നിട്ട് നാരിയൽക്കാ പാനി എന്ന് പറയുമ്പോൾ നാരി എന്ന് പറഞ്ഞ സ്ത്രീ എന്നാന്ന് പറഞ്ഞതിന് ശേഷം കുറച്ചായിട്ട് പറയും, പുള്ളി തന്നെ പറയും ചമ്പൂർണ ചാച്ചരത എന്ന് പറഞ്ഞിട്ടൊരു പോക്കുണ്ട്. ഹിന്ദി അറിയാത്ത മലയാളം അറിയാത്ത പുള്ളിക്ക് വരെ ചമ്പൂർണ ചാച്ചരത എഴുതിയിരിക്കുക. എന്ന് വെച്ചാൽ 100% ലിറ്ററസി, കോപ്പിലെ ലിറ്ററസി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തുമാത്രം ഉള്ളിൽ സർക്കാസവും എന്തുമാത്രം ഉള്ളിൽ അന്നും ഇന്നും പുള്ളിക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തിനോടും രാഷ്ട്രീയക്കാരോടും ഉള്ള ഒരു എല്ലാ സിനിമയിലുണ്ട് എതിർപ്പും. അത് ഇത്രയും സറ്റാരിക്കലായിട്ട് ഇത്രയും ഒരു തമാശ രൂപയാണ് ഒരു സിനിമ എഴുതുക എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞാൽ അതിനപ്പുറം ഇപ്പുറം നമുക്ക് ഒരു സിനിമയില്ല. സന്ദേശം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ റിപ്പീറ്റ് കണ്ട അന്നത്തെ. ഇപ്പം എനിക്ക് പലപ്പോഴും ചില ആൾക്കാർ ഇന്ന് ചില സിനിമകൾ പറയുമ്പോൾ ഞാൻ പേഴ്സണലി പല ഇപ്പം കെ ജി ജോർജിൻ്റെ ആയിക്കോട്ടെ, പത്മരാജൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭരതൻ സാറിൻ്റെ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ അന്ധകാലത്തെ സിനിമകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേ സിനിമകളുണ്ട്. പക്ഷെ എത്ര സിനിമകൾ നമ്മൾ റിപ്പീറ്റ് കാണും, എത്ര തവണ കാണും, അല്ലെങ്കിൽ ഒരു 4-5 തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ തൂവാനത്തുമ്പികളൊക്കെ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ റിപ്പീറ്റ് നമ്മൾ കാണുന്ന എന്നും തമാശയാണ്. തമാശ എഴുതിയിടാൻ അത് വേറെ തന്നെ ഇതാ.
അപ്പോൾ അച്ഛൻ ഒരു മിക്സ് ഓഫ് ബോത്ത് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു സൈഡ് ഒരു ജീനിയസ് ഉണ്ടായിരുന്നു, വെച്ചാൽ വെറുതെ കോമഡി പടം എഴുതിയിരുന്ന ഒരാളുമല്ല, അതോടൊപ്പം തന്നെ കാര്യപ്രസക്തിയുള്ള കാര്യങ്ങൾ, മനുഷ്യൻ്റെ മനസ്സ്, തലയണമന്ത്രം, വടക്ക് നോക്കിയന്ത്രം, ഇതൊക്കെ ഇത് വെച്ചാൽ ഒരു സൈഡിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു വായനയുടെ ഒരു ഫലമുണ്ട്, അതോടൊപ്പം തന്നെ ഒരു സൈഡിൽ വേറൊരു ക്ലാസ് എഴുത്തുകാരൻ്റെ എല്ലാ ക്ലാസ്സും ഉണ്ട്, അതോടൊപ്പം തന്നെ കൂറ തമാശയും കോഴിത്തരവും ഇതൊക്കെ എല്ലാ പടത്തിലുണ്ട്. അരമ്പരസ്ല സാരംഗനെതിരെ ലാലേട്ടൻ കോഴിയാണ്, ഓടമ്മ അറിയാം, 4 പേരും കോഴികളാ, എല്ലാത്തിൻ്റെയും മിക്സാ. നമുക്ക് തോന്നുന്നു ഇയാളെന്തൊരു ക്ലാസ് വരവേൽപ്പ്, ഇതെന്തൊരു ക്ലാസ് എഴുത്തുകാരനാന്ന് തോന്നിപ്പിക്കുന്ന സമയത്ത് ആ പടത്തിൽ തന്നെ കോപകൂതറകളായിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാം. മറ്റേതൊരു പടത്തിന് അവരുടെയൊക്കെ പടത്തിൻ്റെ സ്വഭാവം തന്നെ ഒരു മൊത്തത്തിലൊരു ക്ലാസ് ആയിരിക്കും, നമ്മൾ കൾട്ട് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നത്. പക്ഷേ അച്ഛൻ ഇതിൻ്റെയൊക്കെ ഒരു 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 മൊത്തത്തിലുള്ളൊരു ബ്ലെൻഡായിരുന്നു, എന്ന് വെച്ചാൽ ഒരു പാക്കേജ് ആയിരുന്നു. ശ്രീനിവാസൻ്റെ സിനിമകളിൽ നമ്മളെ ചിന്തിപ്പിക്കും, ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന എഴുത്തുകാർ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ, എന്ന് വെച്ചാൽ രണ്ടും ഒരേ സിനിമയിൽ ഒരുമിച്ച് ചെയ്തിരുന്ന ചുരുക്കം ചില ആൾക്കാരിൽ എനിക്ക് തോന്നുന്നു ആ രീതിയിൽ ജീനിയസാണ്. അപ്പോൾ ആ രീതിയിൽ ചില ആൾക്കാർ നമ്മൾ ക്ലാസ് സിനിമകളെ നിങ്ങൾ കണ്ട മികച്ച 3 സിനിമകൾ പറയുന്ന സമയത്ത് ഞാൻ പലരും കോട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഭയങ്കര ക്ലാസിക്കുകളെ കോട്ട് ചെയ്യും. ഈ ക്ലാസിക്ക് നിങ്ങൾ എത്ര തവണ കണ്ടിട്ടുണ്ടാവും? നമ്മൾ തന്നെ എത്ര തവണ ഈ പറഞ്ഞ ക്ലാസിക് സിനിമ വൈസ് ഭയങ്കര സംഭവമായിരിക്കാം, ഭയങ്കര കൾട്ടായിരിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ട് CID മൂസയും നാടോടിക്കാറ്റൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ രസിപ്പിക്കുന്ന സിനിമകളാണ്, രസിപ്പിക്കുന്ന സിനിമകൾ എഴുതാനാണ് ഏറ്റവും പാടും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഡിയൻസ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഇവർ അംഗീകരിക്കുക സീരിയസ് ആക്ടേഴ്സിനെ, സീരിയസ് ഫിലിംസിനെ ഇഷ്ടപ്പെടുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. നല്ലതാണ് അവരുടെ ഇഷ്ടം, നല്ലതാണ്. പക്ഷെ അന്നും എന്നും തമാശ, അല്ലെങ്കിൽ ആ തമാശയിലൂടെ ചിന്തിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സ്മാർട്ടായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ആലോചന, അത്രയും നല്ല സ്ട്രോങ് വായനയും, അല്ലെങ്കിൽ സ്ട്രോങ് എന്താ പറയണ്ടേ ഐഡിയോളജിയും പെർസ്പെക്റ്റീവും ലൈഫിനെ കുറിച്ചുള്ള ഒരു എല്ലാം ഉണ്ടെങ്കിലും മാത്രമേ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വെള്ളാനകളുടെ നാടും മിഥുനവും ഒരേ കഥയാണ്, ഏകദേശം ഒരേ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ബിസിനസ് ഐഡിയ മാറ്റുമ്പോൾ നമ്മുടെ വേൾഡ് മാറും. ബിസിനസ് ഐഡിയ എന്താണ്? ദാക്ഷായണി ബിസ്ക്കറ്റ് കട തുടങ്ങുന്ന ആൾ, അപ്പം ആ ലോകം മാറി, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പ്രശ്നം. ബിസിനസ് മറ്റേതിനകത്ത് എന്താ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് കോൺട്രാക്ടർ ആയിട്ടുള്ള ആൾ, അപ്പോൾ വേൾഡ് മാറി. പക്ഷെ സെറ്റിംഗ് ഒന്നാണ്, കുടുംബത്തിൽ എന്താണ് പ്രശ്നങ്ങളാ, അളിയനും പ്രശ്നം, മറ്റവർ തമ്മിൽ പ്രശ്നം, രണ്ടിലും ഒന്നാ. വെള്ളാനകളുടെ നാട്ടിലും ഒന്നാ, മിഥുനത്തിലും ഒന്നാ. ബിസിനസ് ഐഡിയ മാറുമ്പോൾ നമ്മുടെ അതിന് ചുറ്റുമുള്ള വേൾഡ് വേറെ തന്നെയാവും. അപ്പോൾ ഒരേ ബേസ് പ്ലാറ്റ്ഫോം, ഒരേ സാധനത്തിനകത്ത് തന്നെ ഒരു ഒറ്റ തറയിൽ തന്നെ പുള്ളി കുറേ കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര സ്മാർട്ടാണ് ആ കാര്യത്തിൽ. കാരണം പുള്ളി ഒരിക്കലും മലയാള സിനിമേനെ കൾട്ടുകൾ അല്ലെങ്കിൽ ക്ലാസിക്കുകൾ എഴുതാൻ പറ്റാത്ത ആളൊന്നുമല്ല, ഒരിക്കലുമല്ല. പുള്ളി അതിനേക്കാളും വലിയ ക്ലാസിക്കുകൾ, കാരണം അങ്ങനെയുള്ളൊരു ആർട്ട് ഓഫ് ബീറ്റ് സ്കൂളിൽ നിന്നാണ് പുള്ളി വന്നത് തന്നെ. PA ബക്കറിൻ്റെ കൂടെയും അരവിന്ദിൻ്റെ കൂടെയും ഇവരിതുപോലത്തെ വെറ്ററൻസ്, KG ജോർജിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു അച്ഛൻ മേളയിൽ. അപ്പോൾ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്ത് വന്ന ആൾ അച്ഛൻ ആക്ച്വലി ആർട്ട് ഹൗസ് പ്രൊഡക്റ്റാണ്. ഓക്കെ, അവിടുന്ന് വന്നിട്ട് കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് സ്വിച്ച് ചെയ്ത ആളാണ്. പ്രിയനങ്ങളുടെ ഇൻഫ്ലുവൻസും സത്യനങ്ങളുടെ ഇൻഫ്ലുവൻസും കൊണ്ട് കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് മാറി. അതിന് മുന്നേ വളരെ സീരിയസ് സിനിമയുടെ വക്താവാണ്. അവിടുന്നാണ് തമാശ എഴുതി തുടങ്ങുന്നത്. അതും അന്നത്തെ സോ കോൾഡ് റിയലിസ്റ്റിക് സിനിമകളാണ്. എന്ന് വെച്ചാൽ അതുവരെ നാടക രീതിയിൽ സംസാരിച്ചിരുന്ന മലയാള സിനിമേനെ അവിടെയൊക്കെ ചെറിയ സ്റ്റേജിങ് ഉണ്ട്, ചെറിയ രീതിയിലുള്ള അതിനെ ആ സാധാരണക്കാർ സംസാരിക്കുന്ന ഭാഷയിലേക്ക് സിനിമയുടെ ഭാഷ ഏതാടാ ഈ അലവലാതി, ഇതൊക്കെ നമ്മളെ നാട്ടുപുറത്തൊക്കെ പറയുന്ന സാധനം നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കുന്ന എവിടെയാ? സിനിമയില്. നാടോടിക്കാറ്റിൽ പവനാഴിനെ കാണുമ്പോൾ ഏതാടാ ഈ അലവലാതി എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ പ്രഭാകരൻ്റെയും അനന്തൻ നമ്പ്യാറിൻ്റെ സൗഹൃദം, അതെന്ത് ക്ലാസിക് സൗഹൃദമാണ്. കള്ളക്കടത്തിലൂടെ സൗഹൃദം ഉണ്ടാവുകയാണ്. ഈ മറ്റേ കഞ്ചാവിൻ്റെ ഇത് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പോകുന്ന മറ്റേ പുള്ളി പ്രഭാകരൻ പറയുന്നുണ്ട്, ഈ ദുരവസ്ഥയൊക്കെ മാറാമെന്ന് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും.
അപ്പം ഞാൻ വിജയവാഡയിലെ കസീനോയിൽ വെച്ചിട്ട് ഇവർ കണ്ടുമുട്ടുന്നതൊക്കെ വെച്ചിട്ട് ഞാനൊരു സ്പിൻ ഓഫ് ആലോചിച്ചിരുന്നു ആദ്യം, കുറച്ച് വർഷം മുന്നേ. ഷമ്മി ചേട്ടനെയും സുധീർ കരമനെ വെച്ച്, കരമന ചേട്ടനെ വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രഭാകരന്റെയും അനന്തൻ നമ്പ്യാറിന്റെയും കഥ, ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ്ങിന്റെ കഥ ഇടക്കാലത്ത്. അപ്പൊ ഞാൻ പറഞ്ഞ പുള്ളിയുടെ എഴുതിയ സിനിമകളിൽ തന്നെ ഒരു 100 കഥയുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്ക് ക്ലാസ്സുകളോ കൾട്ടുകളോ എഴുതാനാണ് മറ്റേ സോ കോൾഡ് ഇത് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല. പുള്ളി അന്നും ഇന്നും ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സിനിമ ഉണ്ടാക്കുന്നത്. ചിരിപ്പിക്കാനും രസിപ്പിക്കാനും വേണ്ടിയാണ് പുള്ളി സിനിമ എഴുതിയത്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ സിനിമ എപ്പോഴും ആൾക്കാർക്ക് രസിപ്പിക്കാൻ അല്ലെങ്കിൽ ചിരിപ്പിക്കാൻ, വിഷമിക്കുന്ന സിനിമകൾ, അല്ലെങ്കിൽ എൻ്റെ സിനിമയിലൂടെ ഞാൻ എന്തെങ്കിലും ഒരു വലിയ സംഭവം പറഞ്ഞ ആൾക്കാർക്ക് പ്രീച്ച് ചെയ്യാനോ മെസ്സേജ് കൊടുക്കാനോ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് തോട്ട്സ് ഉള്ള എൻ്റെ സിനിമ ഇങ്ങനെയാണ് നിങ്ങളിത് കാണൂ, അങ്ങനെയല്ല. പുള്ളിയുടെ സിനിമ അന്നും ഇന്നും പുള്ളിയുടെ ഇൻ്റലക്ച്വൽ ലെവലും അല്ലെങ്കിൽ പുള്ളിയുടെ ഐഡിയോളജിയൊക്കെ നോക്കുമ്പോൾ പുള്ളി വേറെ ഏതോ ലെവലിലും, പുള്ളി എഴുതുന്ന സിനിമകളൊക്കെ പലപ്പോഴും ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ദഹിക്കുന്ന. ഇപ്പം കഥ പറയുമ്പോഴുള്ള ഏറ്റവും അവസാനത്തെ ഡയലോഗ് തന്നെ നമുക്ക് വേണം വലിയ സാഹിത്യമൊക്കെ കൂട്ടുകാരനെ പറ്റിയൊക്കെ എഴുതാം, അത് ഏതൊരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ പുള്ളി ലളിതമാക്കി എഴുതി കൊടുത്തു എന്നുള്ളതാണ്. എഴുതി എന്നുള്ളതാണ്. കാതിലെ കടുക്കൻ വിറ്റും. അതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള സാധനം, നാളെ ഇതിന് ഞാൻ എന്ത് തിരിച്ചു തരും എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, നിന്റെ മുന്നിൽ ഒരു സഹായമായിട്ട് വരുമ്പോൾ അന്ന് നീ എന്നെ ഓർത്താൽ മതി എന്ന്. ഓക്കെ, ഇതിനേക്കാളും നന്നായിട്ട് അത് പറയാൻ പറ്റില്ല. ഇതിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ മുന്നിൽ ഒരാൾ സഹായമായിട്ട് വരുമ്പോൾ അന്ന് നീ ഓർത്താൽ മതി എന്ന് പറഞ്ഞാൽ, നീ അയാളെ ഗിവിങ് ആവുക. നീ അതിനകത്ത് ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടുള്ള പല മീനിങ്ങുകളുണ്ട്. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ എഴുത്തിനകത്ത് നമ്മൾ ഡൈസെക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പുള്ളി എത്രമാത്രം നമ്മളെയൊക്കെ ചിന്തിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതും കൂടെ ഉണ്ട്. അതൊരു റെയർ ബ്ലെൻഡാണ്. മറ്റേ ചിരിയുടെയും ചിന്തയുടെയും ഒരു റെയർ ആളാണ് എന്ന് വെച്ചാൽ, ഞാനിത് ആസ് എ ഫാദർ പറയല്ല, ആസ് എ ഫാൻ. ശ്രീനിവാസൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ ഫാനായിട്ട് ഞാൻ അടുത്ത് ക്ലോസ്ലി ഇത് ചെയ്തുകൊണ്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറയാണ്, ഹീസ് മച്ച് ബിയോണ്ട് നമ്മളെ ചിന്തിക്കുന്നതിനൊക്കെ. നമ്മൾ ചിന്തിച്ച് സാഗർ ഇലിയാസ് ജാഗർ നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് ചിന്തിച്ച് എന്താ പറയണ്ടേ, അവിടെ പുള്ളി വേറെ ലെവലിൽ ആലോചിക്കുന്ന ആളാണ്. അത്രമാത്രം റീഡിങ് ഉള്ള ആളായിരുന്നു. പക്ഷേ ഓവർ ദ ടൈം എല്ലാവർക്കും ഒരു, അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം, എല്ലാവർക്കും ഒരു ക്രിയേറ്റിവിറ്റീൻ്റെ ഒരു പീക്ക് ഉണ്ടാവും. ഒരു സമയം വരെ നമ്മൾ എന്ത് എഴുതുന്നു, നമ്മുടെ ആലോചനകൾ, നമ്മളെ അനുഭവങ്ങൾ, നമ്മൾ കണ്ട കാര്യങ്ങൾ, നമ്മളെ ഫ്രീ ഫ്ലോ ആണ് എഴുത്ത്. നമ്മുടെ കയ്യിൽ ആ ക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം വരും. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും. കാരണം നമ്മൾ സാധാരണക്കാരിൽ നിന്ന് അകന്നു പോകും, നമ്മുടെ ചുറ്റുപാട് മാറും, നമ്മളിതൊന്നും കാണാം, നമ്മൾ സെലിബ്രിറ്റി ആവും, നടനായി, പുള്ളി ഇതായി, സാധാരണക്കാരിൽ പിന്നെ നമ്മൾ കഥ തേടിപ്പോണ്ടി വരും. പിന്നൊരു കാലം വരുമ്പോൾ നമ്മൾ ഇതിൽ നിന്നെല്ലാം മാറി, നമ്മുടെ പ്രായം ഇതാവും, നമ്മുടെ കോഗ്നിറ്റീവ് ഇത് ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കുറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഓർമ്മക്കുറവ് വരും, അസുഖങ്ങൾ വരും. ആ സമയത്ത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് എഴുതാൻ പറ്റാത്തൊരവസ്ഥ വരും. ഈ 3 ഫേസും പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുള്ളിയുടെ ആദ്യകാലത്തെ സിനിമകൾ, അതൊരു എല്ലാ ക്രിയേറ്ററിനും ആ പ്രശ്നം വരും, പ്രത്യേകിച്ച് എഴുത്തുകാർക്കെല്ലാം തന്നെ ഈ പറഞ്ഞ. അപ്പം 3 ഫേസിൽ പറഞ്ഞ പോലെ ആദ്യത്തെ പീക്ക് സമയം, അന്ന് എഴുതിയിരുന്ന എല്ലാം 10 സിനിമയോളം ഒരു വർഷം എഴുതിയിട്ടുണ്ട്. പിന്നീട് ഒരു ഫേസിൽ പുള്ളി കഷ്ടപ്പെട്ട് കഥ അന്വേഷിച്ച് തേടിപ്പോയൊരു കാലമുണ്ട്. പിന്നീട് എഴുതിയതൊന്നും തന്നെ റീസെർച്ച് ചെയ്യണ്ട. കാരണം എന്നോട് ആ ഒരു കാലത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്തെ പ്രണയം എനിക്കറിയില്ല എന്ന് പറഞ്ഞിരുന്നു. പ്രണയം എന്താന്ന്, മാൻ വുമൺ റിലേഷൻഷിപ്പ് അല്ല, പക്ഷെ ഇന്നത്തെ കുട്ടികൾ സംസാരിക്കുന്ന രീതി, അച്ഛനും അമ്മമാർ മക്കളോടുള്ള രീതി, ഇതെല്ലാം മാറിപ്പോയി. കാരണം ഞാൻ പറയുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പം ഇന്നത്തെ ഒരാണും പെൺകുട്ടിയും സംസാരിക്കുന്നത് അറിയാത്തതൊക്കെയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ റിസർച്ച് വേണ്ടി വരുന്ന വിഷയം. ഇവർക്ക് രാഷ്ട്രീയവും പൊതുബോധവും ഒക്കെ കറക്റ്റ് ഉണ്ട്, അവർക്ക് അപ്ഡേറ്റഡ് ആണ്. പക്ഷെ ഇന്നത്തെ ആ കാലത്തുള്ള ആൾക്കാർ സംസാരിക്കുന്നത് എങ്ങനെയാണ്, ഇവരുടെ തമാശ എന്താണ്, ഇതിലൊക്കെയാണ് ഇവർക്ക് റിസർച്ച് വേണ്ടി വരുന്നത്. കാരണം ഇവർ സാധാരണക്കാരിൽ നിന്നും അകന്നകന്ന് പോവുകയാണല്ലോ. കാരണം വലിയ സ്റ്റാറാവും, വലിയ എഴുത്തുകാരനായി സംവിധായകനായി ഇത് ചെയ്യുമ്പോൾ സാധാരണക്കാരൻ നമ്മൾ സ്വാഭാവികമായിട്ട് അകന്നു പോകും.
അകന്ന് പോകുമ്പം പിന്നെ കുട്ടികളുമായിട്ടോ പുതിയ ജനറേഷൻ ആൾക്കാരുമായിട്ടോ കമ്മ്യൂണിക്കേഷനും കുറവാണ്. ആകെയുള്ള റെപ്രസെന്റ് ചെയ്യുന്ന എന്നെ പോലെ ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമ്മളോടൊക്കെ ചോദിക്കുന്നത്. ഇന്ന് എങ്ങനെയാ ഈ കുട്ടി, ഇന്ന് ഇപ്പൊ ബ്രോ, ഇന്ന് മച്ചാനെ, അല്ലെങ്കിൽ ഇതൊന്നും തന്നെ അച്ഛനറിയില്ല ഇന്നത്തെ ഒരു ജനറേഷനിലെ ആൾക്കാർ. അപ്പൊ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച് ഇവർക്ക് എഴുതാൻ പറ്റണം എന്നില്ല. അത് സ്വാഭാവികമായിട്ടും ഇവർ ഡിറ്റാച്ച്ഡ് ആവും. അത് മിക്ക എഴുത്തുകാർക്കും പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 ഫേസിനെ കുറിച്ചും പുള്ളി അന്ധകാലത്തിനോട് പറഞ്ഞു. എന്നുവെച്ചാൽ ഒരു കാലം വരും, ഞാൻ ഈ എൻ്റെ കഥകൾക്ക് പ്രസക്തി ഇല്ലാതെ വരുന്ന ഒരു കാലം വരും. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന ഒരു കാലം. എൻ്റെ ലോകം, കാരണം എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് പുള്ളി എല്ലാ സിനിമകളും ഉണ്ടായിട്ടുള്ളത്. പുള്ളി ചുറ്റുവട്ടത്തു നിന്നും കണ്ട ആൾക്കാരിൽ നിന്നാണ്. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ നമ്മൾ മാറി മാറി പോകുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടി വരുന്നത് ഇതേപോലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇതുപോലത്തെ ആണും പെണ്ണും സംസാരിക്കുന്ന അറിഞ്ഞൂടാ. നമ്മളോട് ചോദിച്ചാൽ ഇന്നത്തെ 20 വയസ്സുള്ള പിള്ളേർ എങ്ങനെയാണ് സംസാരിക്കുന്നത് നമുക്കറിയാമോ? അവരുടെ പ്രണയം എങ്ങനെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. അപ്പം നമുക്കും റീസെർച്ച് വേണ്ട വിഷയങ്ങളാണ് അതൊക്കെ. പക്ഷെ അത് ഇപ്പം എനിക്കൊന്നും ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ നമ്മളൊന്ന് സംസാരിച്ച് വന്നിരിക്കുന്നത്. മറ്റേ എപ്പോഴും ചിരികളും കളികളും. പക്ഷേ അച്ഛനോട് എത്തിയപ്പോഴാണ് നമുക്ക് കുറേ കാര്യങ്ങൾ ഇതുവരെ പറയാത്ത കാര്യങ്ങൾ, അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഒരു കാര്യം കൂടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ആ കാലഘട്ടങ്ങളിലൊക്കെ അല്ല, ഇതൊക്കെ പറയാൻ കാരണം ഇന്ന് ഒരുപാട് എഴുത്തുകാർ, ഒരുപാട് സിനിമയിൽ എഴുതാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എഴുത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനും അതിലൊരാളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അത് പലർക്കും അത് ഗുണം ചെയ്യും. അല്ലെങ്കിൽ കാരണം ഇന്നത്തെ പ്രധാന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്, ഞാൻ ഒരുപാട് സിനിമ അഭിനയിക്കുന്നുണ്ട്, പലതും പരാജയപ്പെടുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് സിനിമ ചെയ്യുന്നു എന്നുള്ളതിന് കൃത്യമായി മനസ്സിലാക്കിയ ആളാണ് അദ്ദേഹം. ഞാൻ എന്തിന് സിനിമ ചെയ്യുന്നു എന്നുള്ളത്. ഒരാൾ ഒരുപാട് കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ടൊരു സിനിമ ചെയ്തിട്ട് അത് പരാജയപ്പെടുന്നു, അതാണ് പരാജയം. ഓക്കെ, ഒരാൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഒരാൾക്കൊരു തീരുമാനമുണ്ട്, എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഒരു തീരുമാനം. എൻ്റെ അജണ്ട എന്താണെന്നുള്ളത് പുള്ളി കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. സംസാരിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? തീർച്ചയായിട്ടും വളരെ ലളിതമായി സംസാരിച്ചിട്ടുണ്ട്. പുള്ളി കൃത്യമായിട്ട് അറിയാം എന്തുകൊണ്ടാണ്. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ്, ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഇടക്കാലത്ത് ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും. അപ്പം എനിക്കൊരു തീരുമാനമേ ഉള്ളൂ. അത് ഒന്നിനും കൊണ്ടല്ല, നാളെ എൻ്റെ ഭാവിയിലേക്കുള്ള തയ്യാറെടുപ്പും കൂടെ ഉണ്ട് എനിക്ക്. എന്നുവെച്ചാൽ ഞാൻ വെണ്ണീരായാലും ഞാൻ അതിൽ നിന്ന് പൊന്തി വരും. കാരണം അങ്ങനെ പൊന്തി ചരിത്രമുണ്ട്. കാരണം ഒരാൾ നശിച്ചു പോയി, ഇവനൊന്നുമല്ലാതെ വിധി എഴുതുമല്ലോ, അതാണ് എനിക്കിഷ്ടം. എനിക്ക് അന്നും ഇഷ്ടമാണ്. നമ്മളൊന്നുമല്ലാന്ന്, കാരണം നമ്മൾ അറിയാവുന്നവർക്കറിയാം നമ്മൾ എന്താ. പിന്നെ സിനിമയിൽ നമ്മൾ എന്താവും എന്നുള്ളതിനെ കുറിച്ച് നമുക്കും അറിയാം, നമ്മളറിയാവുന്നവർക്കറിയാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, കഥയുള്ളവനെ ഈ ലോകത്തൊന്നും, ഈ സിനിമ ഫീൽഡിൽ പ്രത്യേകിച്ച് സിനിമയിൽ കഥയുള്ളവനെ, അത് ജീവിതത്തിലായിക്കോട്ടെ സിനിമയിലായിക്കോട്ടെ, കഥയുള്ളവനെ ഒന്നും ചെയ്യാൻ പറ്റൂല. 2 രീതിയിൽ എടുക്കാം. കഥയുള്ളവനെ തൊടാൻ പറ്റൂല, കയ്യിൽ കഥയുണ്ടാവണം. കയ്യിൽ കഥയുള്ളവനെ ഒന്നും ചെയ്യാൻ പറ്റൂല. എന്നെങ്കിലും ഒരു ദിവസം കാലം തെളിയിക്കുമെന്ന് പറഞ്ഞ പോലെ. അപ്പം എൻ്റെ സിനിമയോടുള്ള താല്പര്യം, അഭിനയത്തിനോടുള്ള അഭിനിവേശം എനിക്ക് ലെവലേശം ഇല്ലാത്ത ഒരാളാണ്. അഭിനയിച്ചു, എൻ്റെ ജോലി എന്താണോ, എന്നെ ഒരാൾ ഹയർ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യേണ്ട ജോലി ഞാൻ കൃത്യമായി ചെയ്തു പോകണം. വർക്ക് എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് ധാരാളം പടമുണ്ട്. കാരണം പലരും ഇവിടെ ഇൻഡസ്ട്രിയിൽ കൃത്യമായി പല കാര്യങ്ങളും ചെയ്തു പോകാത്തതുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് ധാരാളം പലരിലേക്കും എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് സിനിമയുണ്ട്. അല്ലാണ്ട് ഞാൻ നല്ല നടനെ, പിന്നെ ഞാൻ അഭിനയിച്ചിട്ട് മോശമാക്കിയ ഒരു സിനിമയില്ല. ആ സിനിമ മോശമായതുകൊണ്ട് അത് പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഞാൻ അഭിനയിച്ച നന്നായ പടങ്ങളുണ്ട്, ഓടിയ പടങ്ങളുണ്ട്. അതുകൊണ്ട് പറ്റ അബദ്ധമൊന്നും പറയാൻ പറ്റൂല അഭിനയത്തിൽ. എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ല. എന്നെ നന്നായി എടുത്ത് അഭിനയിപ്പിച്ചാൽ ഞാൻ നന്നാക്കും. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല എന്ന് മാത്രം. കാരണം എനിക്ക് എഴുത്തിലും എനിക്ക് സംവിധായകനാവണം എന്നുള്ളതാണ്. ഞാൻ സിനിമയിൽ വന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഇഷ്ടം തോന്നിയ മേഖല അതാ. ഇനി ഇതൊന്നുമല്ല എൻ്റെ ഇഷ്ടപ്പെട്ട മേഖലയും. സിനിമയ്ക്ക് പുറത്ത് എനിക്ക് വേറെ പല വിഷയങ്ങളിലും എനിക്ക് താല്പര്യമുണ്ട്. എല്ലാ കാലവും സിനിമ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം, ഇന്നത്തെ ചെറുപ്പക്കാരായിക്കോട്ടെ, എന്ത് കഥയെടുത്ത് സിനിമയാക്കണം എന്നുള്ളൊരു ബോധം ഇന്നത്തെ പലർക്കും
ഇത് സിനിമ ആക്കണോ? ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരോടാണ് പറയണേ, എന്നെ വെച്ച് സിനിമ ചെയ്യണോ? ഒന്ന്, എന്ത് കഥയെടുത്ത് നിങ്ങൾ സിനിമയാക്കുന്നു? ഓക്കെ. കാരണം ഇപ്പം ഞാൻ കണ്ടുവരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ വലിയ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ പേര് വലിയ സിനിമ ചെയ്യണമെന്നേ ഉള്ളൂ. ആ വലിയ സിനിമ, ആ വേൾഡ് ഞാൻ കണ്ട കഴിഞ്ഞ നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ തന്നെ വലിയ സിനിമകൾ ചെയ്യുന്നു, വലിയ ക്യാൻവാസിലുള്ള വലിയ ബഹളവും ഇതൊക്കെയുള്ള സിനിമകൾ ചെയ്യുന്നു, വലിയ ചിലവ് വരുന്നു. പക്ഷേ ഇത് ഇവിടുത്തെ ഗ്രൗണ്ട് റൂട്ടഡായി നിൽക്കുന്ന ഓഡിയൻസിൽ അവർക്ക് ഒരു 50 കോടി 100 കോടിയുടെ ഒക്കെ പടം വന്നിട്ട് ഇത് ഏതാ ലോകം, ഇവരെന്താ പറയണേ, ഇത് ഏതാ കഥാപാത്രം, അവിടെയാണ് കുഞ്ഞാ ഇത്രയൊന്നും കോസ്റ്റ് ഇല്ലാതെ ഇത്രയൊന്നും ഇതില്ലാതെ ഇന്ന് കഴിഞ്ഞ ദിവസം ബത്ലഹേം ഇറങ്ങുന്നു. ഓക്കെ, മനുഷ്യന് മനസ്സിലാവുന്ന, മനുഷ്യന് റിലേറ്റ് ചെയ്യാവുന്ന നേറ്റിവിറ്റി ഉള്ള സിനിമകൾ എന്നും വിജയിക്കും. എന്നും റൂട്ടഡായി നിന്ന് കഥ പറയാൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. വലിയ സിനിമകൾ, വലിയ ക്യാൻവാസിലുള്ള സിനിമകൾ പടത്തിൻ്റെ വലിപ്പത്തിലല്ലല്ലോ. വാഴ ഉദാഹരണത്തിന് 10 കൊല്ലം കഴിഞ്ഞ വാഴയുടെ കഥ അതേപോലെ മാറ്റി പുതിയ കുപ്പിയിലാക്കി അന്നും വാഴ സൂപ്പർ ഹിറ്റാണ്. ഓം ശാന്തി ഓശാന, ബത്ലഹേം, പ്രായം ചെന്ന് ഇതേ കഥ 10 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാലും കാലം മാറിയാലും മാൻ വുമൺ റിലേഷൻഷിപ്പ്, കുറച്ച് ആ വേൾഡ് മാറ്റുക, കുറച്ച് കഥകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനുകൾ, നമുക്കിഷ്ടമുള്ള ആക്ടേഴ്സ് പെർഫോം ചെയ്യും, റൂട്ടഡായി നിന്ന് കഥ പറഞ്ഞ്, അതിന് ഇത്രയും ചിലവില്ല, ഇത്രയും ബഡ്ജറ്റില്ല. അപ്പം മലയാള സിനിമയും ആ രീതിയിൽ വലിയ സിനിമകൾ ചെയ്യുന്നതിന്, വലിയ ചിലവേറിയ സിനിമകൾ ചെയ്ത് കഷ്ടപ്പെടുന്നതിന് പകരം ഒരു മിനിമം ബഡ്ജറ്റിൽ, ഇപ്പോൾ വലിയ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ പീരീഡൊക്കെ ഓക്കെ, പീരീഡ് ആ സിനിമക്ക് വലിയ സിനിമകളൊക്കെ ഓക്കെ, അത് ഇത്രയും ബഡ്ജറ്റിലൊക്കെ ആവും. പക്ഷേ ഇത് കേറ്റർ ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാവണ്ടേ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട വലിയ കുറേ 2-3 സിനിമകളിലൊക്കെ പ്രശ്നം വെച്ചാൽ ഇത് ഏത് ലോകത്തായി കഥ, ഇവരൊക്കെ എന്തായി പറയണേ, എനിക്കിത് കണക്ട് ചെയ്യുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്, റിലേറ്റബിൾ ആവുക, കണക്ട് ചെയ്യുക, അതാണ് ഫസ്റ്റ് ഒരു സാധനം. ഒരു ആനമുട്ട കഥയോ വലിയ സംഭവങ്ങളൊന്നും തന്നെ വേണ്ട. ഇത് ഞാൻ എൻ്റെ അടുത്ത് കഥ പറയുന്ന ആൾക്കാരടുത്ത് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വലിയ സംഭവം ഒന്നും ആലോചിക്കണ്ട. പക്ഷെ എന്നോട് വരുന്ന ആൾക്കാരൊക്കെ പാവപ്പെട്ടവരാ, പാവങ്ങളാ. അവർ കുഞ്ഞു ബജറ്റിലൊരു സിനിമ എടുത്തിട്ട് സിനിമാ മോഹം കൊണ്ട് വരുന്ന ഒരു സിനിമയുടെ മോഹമേ ഉള്ളൂ, ആ മോഹം കഴിഞ്ഞ് അവർ പോകുന്ന ആൾക്കാരാണ് പലരും. പിന്നെ കുറേ പേര് മറ്റേ കള്ളപ്പണം, മറ്റേ വെളുപ്പിക്കൽ, ഇതൊക്കെ കുറച്ച് പേര് പറയുന്നു. ഈ പറയുന്ന കുറച്ച് പേരുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയും, ചെറിയ ബജറ്റിൽ എത്രയോ വലിയ ബാനറുകളുണ്ട് ഇവിടെ, അവരല്ലേ കള്ളപ്പണം വെളുപ്പിക്കേണ്ടത്? നമ്മൾ കുഞ്ഞു പടത്തിൽ എന്ത് വെളുപ്പിക്കുന്നതിനും കുറച്ച് പൈസ വേണ്ടേ? വെളുപ്പിക്കാൻ ഏറ്റവും എളുപ്പം വലിയ പടങ്ങൾ ചെയ്യുന്നതാണ്. വെളുപ്പിക്കണമെങ്കിൽ തന്നെ എന്റെ പടം ചെയ്ത് വെളുപ്പിക്കേണ്ട ഗതികേട് ഇവിടുത്തെ ഏത് കോടീശ്വരനാന്നുള്ളതാണ്. എനിക്ക് ഏത് കോടീശ്വരനാണ് എന്റെ പടം ചെയ്ത് വെളുപ്പിക്കേണ്ടത്? വെളുത്തുകയുള്ളൂ സത്യം. അപ്പോൾ അതൊന്നുമില്ല. ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത പലരെയും പുറകെ നടന്ന് മടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഞാൻ ഒരുത്തനുണ്ടാകുമ്പോൾ ഇവൻ തരക്കേടില്ലാത്ത ഒരുത്തനാണല്ലോ, ഇവനെ വെച്ച് നല്ല പടം ചെയ്താൽ അത്ഭുതം എന്നോണം ആൾക്കാർ അംഗീകരിക്കും അല്ലേ? കാരണം എന്നെ പരാജയപ്പെട്ട് പടം പൊട്ടിയിരിക്കുന്ന ഒരുത്തനെ വെച്ച് നല്ല പടം ചെയ്താൽ അവന് പേരെടുത്തില്ലേ? അങ്ങനെ ഒരു സാധ്യത കണ്ടിട്ട് എന്നോടൊരു അടുത്ത ദിവസം തന്നെ പറഞ്ഞു, ചേട്ടനെ വെച്ച് ഞാൻ പടം ചെയ്യുള്ളൂ. കാരണം എന്താടാ ചേട്ടൻ ഇപ്പൊ പൊട്ടിയിരിക്കല്ലേ, അപ്പൊ പടം വെച്ച് ഞാൻ ഹിറ്റടിച്ചാൽ ഞാൻ ആരായിന്ന്. കറക്റ്റ്. അങ്ങനെയുള്ള മിടുക്കന്മാര് വന്നിട്ടും പടം പൊട്ടിച്ചിട്ട് പോകും, മണ്ടന്മാര്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇവന്മാരുടെ അടുത്തൊക്കെ 100 തവണ ചെയ്യും. നിങ്ങൾക്കൊക്കെ ഒരു അവസരമേ ഉള്ളൂ, പറയണ കേക്ക്, മര്യാദയ്ക്ക് ആലോചിച്ചിട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചിന്ത വേണം. വലിയ സിനിമ ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, സുഹൃത്തുക്കളായിട്ടുള്ള പലരോടും, വലിയ സിനിമ ചെയ്യുന്ന ഒക്കെ മനുഷ്യന് മനസ്സിലാവുന്ന സിനിമ എടുക്കണം പറഞ്ഞ. അത് നമ്മൾ അടുത്ത് നിൽക്കുന്ന ബന്ധുക്കളോട് വരെ പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമ ചെയ്യരുത്, ഈ സിനിമ ചെയ്യണ്ട, ഇതാവില്ല. കാരണം ഇവരെയൊക്കെ വിചാരം ഞാൻ കുറെ പൊട്ട സിനിമ ചെയ്താൽ ഞാൻ പൊട്ടനാന്നാ. ഈ വിറ്റ പൈസ ഉണ്ട് ഇവരെയൊക്കെ ഇട്ട്. ഞാൻ ഇതൊന്നും പറയുന്നില്ല, ഹാപ്പി ഓണം. പക്ഷേ നിങ്ങൾക്കറിയാം, ഞാനും പറയുന്നില്ല. അത് പക്ഷേ ഞാനിന്ന് ഓർമ്മപ്പെടുത്തല്. എനിക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനുള്ള സമയത്തെ എനിക്ക് വലിയ ബ്രേക്ക് ഒന്നുമില്ല. അച്ഛൻ പോയി, ഇനി എനിക്ക് മേലെ ആകാശവും താഴെ ഭൂമിയല്ല, അതിന്റെ മണ്ണടിയിലാണെങ്കിൽ പോലും എനിക്ക് ഒരു വിഷയമേ ഇല്ല.
അതുകൊണ്ട് എനിക്കിനി പറയാനൊന്നും യാതൊരു മടിയില്ല. ഞാൻ വേണം പേരെടുത്ത് പറഞ്ഞാൽ ഞാൻ പറയും. പലരോട് നമ്മുടെ കൂടെയുള്ള ആൾക്കാരോട് ഞാൻ പറയും, ദയവ് ഇത് ചെയ്യരുത്. ഞാൻ പേരെടുത്ത് പറയാൻ പറയാറില്ല. അതെ അതെ. അത് അല്ല, വേണ്ട. വേണ്ട വേണ്ട. അവർക്ക് മനസ്സിലായി. അതെ. ഇനി പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ ഊഹിച്ചെടുത്തിട്ട് കമന്റ് വരും പറയാം. അല്ല, അപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ. ഞാനൊരു ചോദ്യത്തിലേക്ക് വന്നപ്പോഴാണ് ഇപ്പൊ പറഞ്ഞു വന്ന ഞാൻ സിനിമയിൽ എന്തിനാന്ന് അച്ഛൻ അറിയാമെന്ന് പറഞ്ഞല്ലോ. ഞാൻ അതായിരുന്നു ചോദിക്കാൻ വന്നത്. എന്റെ അടുത്ത് പേഴ്സണൽ പറഞ്ഞ കാര്യമാണ്, ഇപ്പൊ പറയാൻ പറ്റില്ല. അച്ഛൻ റൂമിലേക്ക് അച്ഛനെ കാണാൻ വന്ന ഒരു സിറ്റുവേഷൻ എന്നോട് പറഞ്ഞ, എനിക്ക് ഇപ്പോഴും പറഞ്ഞു, അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാണ്. അപ്പം അമ്മയിൽ വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്ന ഒരു കഥ പറഞ്ഞായിരുന്നു. അത് ഒന്ന് ഓർത്തെടുക്കുക. ഒരു സിനിമ ചെയ്തിട്ട് ആ സിനിമ കണ്ടോന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ അടുത്ത് ഇപ്പൊ അച്ഛൻ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കും, മുഖത്ത് നോക്കാതെ സംസാരിക്കുക. അയ്യോ, അത് ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞാണ്. പറഞ്ഞാണ്. ഞാൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് സ്ഥലത്ത്. ഇനി ഒരൊറ്റ കാര്യം ചോദിക്കാം, അച്ഛനിലൂടെ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഠം നമ്മൾ അങ്ങനെ പുള്ളി ഭയങ്കര ഉള്ളിൽ ഭയങ്കര ഗിവിങ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ഗിവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ അടുത്തൊരു സഹായത്തിന് വേണ്ടി ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് ആരായിക്കോട്ടെ, എന്തിനായിക്കോട്ടെ, അതിനൊരു സൊല്യൂഷൻ കണ്ടുകൊടുക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ ഒരാളൊരു വിഷമം പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മനുഷ്യന് വേണ്ട ഒരു സാധനം, ദാറ്റ് ഈസ് കൈൻഡ്നെസ്, സിമ്പതി, എമ്പതി. ഇങ്ങനെ കുറേ ഭയങ്കര ബ്യൂട്ടിഫുൾ സോൾ എന്നൊക്കെ പറഞ്ഞ പോലെ കള്ളം പറയില്ല, ഒരാളെയും പേടിയില്ല. അങ്ങനെയൊക്കെ ജീവിക്കണമെങ്കിൽ ഒരാളെ മുന്നിലും ഇതിനേക്കാളും വലിയൊരു അഭിമാനിയെ കാണാൻ പറ്റില്ല. ഒരു പട്ടീനെയും പേടിയില്ല. ഓക്കെ, എന്തിനും പേടിക്കണം? നമ്മൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. എനിക്കൊരു ദണ്ഡിനെയും പേടിയില്ല. അതുകൊണ്ട് ഞാൻ അതേ ഇതിലാണ് കേട്ടോ. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, പുള്ളിയുടെ സിനിമകളിൽ വരുമ്പോൾ പുള്ളി ഭയങ്കര സ്വാർത്ഥനാണ്. സിനിമയുടെ കാര്യത്തിൽ വരുമ്പോൾ പുള്ളി കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് ചില കാര്യങ്ങളിൽ പുള്ളി പണി എടുക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര തേച്ചൊട്ടിച്ചോളി പല ആൾക്കാരെ. ഭയങ്കര എന്താ പറയണ്ടേ, മാനസികമായി തകർത്ത് കളയും പുള്ളിയുടെ. ഇവൻ കാരണം എന്നെയൊക്കെ മാനസികമായി തകർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ പലരെയും പുള്ളി ഭയങ്കര റൂഡാ. എന്നുവെച്ചാൽ അത് അത്രയും കഷ്ടപ്പെട്ട് സിനിമയിൽ അദ്ദേഹം വന്നതുകൊണ്ടും നിങ്ങളെന്ന് എന്ത് ചെയ്യുന്നെന്നുള്ളൊരു അതിൻ്റെ ഒരു ഇതുണ്ട് പുള്ളിക്ക്. പിന്നെ പുള്ളിയുടെ സിനിമകൾ, പുള്ളിയുടെ വർക്ക്, അത് ആ സ്വാർത്ഥത വേണം നമുക്ക് വളരാനൊക്കെ അത് ആവശ്യമാണ്. ആ കാര്യത്തിൽ പുള്ളി ഭയങ്കര 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 പ്രൗഡാണ്, സെൽഫിഷാണ് ആ കാര്യത്തിലൊക്കെ. അല്ലാത്ത പക്ഷം പുള്ളി ഭയങ്കര സെൽഫ്ലെസ്സാണ്, ഭയങ്കര ഗിവിങ് ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഒരു സാധനം ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ അടുത്തൊരു പ്രശ്നവുമായി ഒരാൾ വന്നാൽ അത് എന്ത് പ്രശ്നമായിക്കോട്ടെ, അതെൻ്റെ സുഹൃത്തും നമുക്ക് അങ്ങനെ പരിചയമുള്ള ആൾക്കാരാണല്ലോ നമ്മുടെ അടുത്തൊരു, അതിന് ഞാൻ പ്രശ്നത്തിൻ്റെ പരിഹാരം ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പരിഹാരം ഞാൻ കണ്ടെത്തി കൊടുക്കാറുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് കാലയളവിൽ എനിക്കിപ്പോൾ അത് സാമ്പത്തികമായിക്കോട്ടെ, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം എന്ത് രീതിയിലായിക്കോട്ടെ, ഇമോഷണൽ ആയിക്കോട്ടെ, എന്ത് രീതിയിലാണ് എന്നാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും, അത് അദ്ദേഹത്തിൽ നിന്ന് കണ്ടുപിടിച്ചതോ ഒന്നുമല്ല. പക്ഷേ അച്ഛൻ മരിച്ച സമയത്താണ് പല ആൾക്കാരും വന്നിട്ട് ഞങ്ങൾക്ക് ഓട്ടോ വാങ്ങിച്ചു തന്നതും കല്യാണം നടത്തിയതും. ഇങ്ങനെ ഒരു 100 ആൾക്കാരിൻ്റെ അടുത്ത് 100 കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അറിയുന്നത് എത്രമാത്രം ഒരു ഇടത് കൈ കൊടുക്കുന്ന വലത് കൈ അറിയില്ല, അല്ല വലത് കൈ കൊടുക്കുക ഇടത് കൈ അറിയില്ല എന്ന് പറഞ്ഞ പോലെ എത്രമാത്രം ആളുകൾക്ക് എന്തൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ ഇതിനെക്കുറിച്ചൊന്നും നമുക്കൊന്നും യാതൊരു അറിവുമില്ല. അപ്പം എനിക്കൊക്കെ തന്ന പൈസക്കൊന്നും കൈയും കണക്കില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഗിവിങ് ആയിട്ടുള്ള, അത്രയും കൈൻഡായിട്ടുള്ള, ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടും അതൊന്നും ജീനിയസ് ആയതുകൊണ്ടും ലെജൻഡ് ആയതുകൊണ്ടും പുറത്ത് കാണിക്കാൻ പറ്റാതെ പോയ ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉള്ളിൽ ഭയങ്കര സ്നേഹം ഉണ്ടായിട്ടും, ഞാൻ ശ്രീനിവാസനാണല്ലോ, എനിക്ക് പ്രകടനങ്ങളില്ല, കാട്ടിക്കൂട്ടലല്ല, ഞാനെല്ലാം പ്രകടിപ്പിക്കുന്ന ആളാണ്, പുള്ളിനെ പോലെയല്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ പ്രകടിപ്പിക്കണം. അത് നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടും. ഇത് ഉള്ളിൽ ഇത് വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിലൊക്കെ എനിക്ക് എതിർപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പുള്ളിനേക്കാളും നല്ലൊരു മനുഷ്യൻ ഞാൻ തന്നെ ആയിരിക്കും. ധ്യാനിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും അച്ഛന് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞ ഒരു പേരെടുത്ത ധ്യാൻ തന്നെയായിരുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത്
നമ്മളെ ഒരാൾ നമ്മളെ ജഡ്ജ് ചെയ്യുന്നു, നമ്മൾ ആൾക്കാർ മറ്റുള്ളവർക്ക് വേണ്ടിയല്ലല്ലോ, ഞാൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഞാൻ ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നില്ല. എൻ്റെ അടുത്ത് വരുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ള ആൾക്കാരെയൊക്കെ ഞാൻ സഹായിച്ചിട്ടേ ഉള്ളൂ. ഞാനായിട്ടൊരാളെയും അതൊരു സിനിമയായിട്ട് വരുന്ന ആളെ, അല്ലെങ്കിൽ ഞാൻ ഒരു പ്രൊഡ്യൂസർ പോലും ഞാൻ വന്നിരുമ്പം തന്നെ ചേട്ടാ ഈ പടം ചെയ്യണമെന്ന് പറയും, അതൊന്നും കുഴപ്പമില്ല, പൈസ ഒന്നും വിഷയമില്ല, നമുക്കൊരു സിനിമയാണ്. അല്ലാണ്ട് ഞാൻ ഇവരെ പൈസ കളയാൻ വേണ്ടി നടക്കുന്നൊന്നുമല്ല. അപ്പം അതുപോലെ തന്നെ എല്ലാവരെയും വരുന്ന ആൾക്കാരെയൊക്കെ ഈ സിനിമയുടെ മോശം വശങ്ങൾ, സിനിമയുടെ നല്ല വശങ്ങൾ എല്ലാം പറഞ്ഞു. അപ്പം നമുക്കൊരാളെ പറ്റിച്ചിട്ടുള്ള പൈസ വേണ്ട, ഒരാളെ നമ്മൾ ദ്രോഹിക്കുന്നില്ല, ഒരാളെക്കുറിച്ച് നമ്മൾ തമാശ രൂപേണ നമ്മൾ നമുക്ക് സ്വാതന്ത്ര്യമുള്ള ആൾക്കാരെ കുറിച്ച് തമാശ പറയുന്നല്ലാണ്ട് അതെന്റെ പ്രതിഷേധം കൂടിയാ ചില കാര്യങ്ങളോടുള്ള, മനസ്സിലായില്ലേ? അത് എന്റെ പ്രതിഷേധം ഞാൻ തമാശ രൂപേണ പറയുന്നുള്ള. അപ്പൊ അത് കൊള്ളേണ്ടവർക്ക് കൊള്ളേണ്ട രീതിയിൽ കൊള്ളട്ടെ. അതിന് ഒരു തമാശയുടെ ഒരു മേൽപ്പൊടിയോടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൽ കുറച്ച് ലൈറ്റായിട്ട് പോയിക്കോളും. അല്ലാണ്ട് എനിക്ക് അച്ഛനെ പോലെ പറയാൻ അറിയാത്തതുകൊണ്ടോ ഒന്നുമല്ല, അറിയാം, തീർച്ചയായിട്ടും അറിയാം. പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടും എനിക്ക് ആൾക്കാരുടെ അടുത്ത് ചൂടായിട്ടോ ദേഷ്യത്തിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റ് പോലെ പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും. കാരണം ആ എനർജിയൊക്കെ എന്നെയാണ് ബാധിക്കുക. കാരണം ഞാൻ ഒരാളുടെ അടുത്ത് നാളെ ചൂടായിട്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാനും പിറ്റേ ദിവസം എൻ്റെ മാനസികമായിട്ട് അത് ബാധിക്കാറുണ്ട് പലപ്പോഴും. ഒരാളടുത്ത് ഞാൻ 1-2 അവസരങ്ങളിൽ മാത്രമേ അങ്ങനെ പബ്ലിക്കലി ഒരു 1-2 സ്ഥലത്ത് മാത്രമേ ഞാൻ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ടിട്ടുള്ളൂ. അതും നമുക്ക് പരിചയമുള്ള ആൾക്കാർ, അറിയാവുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ തന്നെ. വല്ലാതെ വലിയതായിട്ട് എനിക്ക് ഷൂട്ടിനിടയിലായിക്കോട്ടെ ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറോ അല്ലെങ്കിൽ പൊതുവേ അങ്ങനെ ഒരു ദേഷ്യം ഒന്നും, കാരണം അത് നമ്മളെയാണ് ബാധിക്കുക. നമ്മൾ ദേഷ്യപ്പെട്ടു പോയി, അവർ ചിലപ്പോൾ അത് കുറച്ചു നേരം കഴിയുമ്പോൾ മറക്കും. അപ്പോൾ നമ്മൾ ഒരാളെ അങ്ങനെ പറഞ്ഞല്ലോ, നമ്മൾ എന്തിനായിരുന്നു അങ്ങനെ പറയേണ്ടിയിരുന്നല്ലോ, നമ്മൾ അങ്ങനെ വൾണറബിൾ ആവണ്ടായിരുന്നു എന്നൊക്കെ തോന്നി നമുക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വലിയ നടനാവുന്നത്, എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരുപാട് കഴിവുള്ളവരെ ലോകം അംഗീകരിക്കുകയുള്ളൂ പല കാര്യത്തിലും. വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ കഴിവുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്വാഭാവികമായിട്ടും കഴിവിനപ്പുറത്തേക്ക് ആൾക്കാർ ഓർത്ത് വെക്കുക നല്ല മനുഷ്യന്മാരെയാണ്. കഴിവൊക്കെ അവിടെ കിടന്നോട്ടെ, ഓക്കെ, കഴിവും വലിയ കുറേ കഴിവും ഞാൻ പറഞ്ഞ ഇപ്പം നമ്മളെ കാര്യമില്ല, ഞാൻ പൊതുവേ പറയാം. ചില ആൾക്കാർ, ഞാൻ എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ള ചെറിയ പിള്ളേർ, എൻ്റെ പ്രായത്തിലൊക്കെ എനിക്കൊരു കഴിവുമില്ലായിരുന്നു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ നല്ല മനുഷ്യനായിരുന്നു അന്നും ഇന്നും. അല്ല, ഞാൻ പറയണതല്ല, വലിയ കഴിവ് പലർക്കും പല രീതിയിൽ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്ന ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും ചെറ്റകൾ. സത്യം പറയാൻ അവർക്ക് അതിൻ്റെതായിട്ടുള്ള അഹങ്കാരം പുറമെ കാണിക്കുക. വലിയ കഴിവുള്ള ആൾക്കാർ, ഇതിലൊന്നും മോശം പറയില്ല, പക്ഷെ എന്നാൽ പോലും നല്ല ആൾക്കാരും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് ചില സമയത്ത് ആരാധിക്കുന്ന ആൾക്കാരെല്ലാം അവരെ സിനിമയിലായിക്കോട്ടെ രാഷ്ട്രീയത്തിലായിക്കോട്ടെ അല്ലാത്ത പലരും ഈ പുറമെ കാണിക്കുന്നൊന്നുമല്ല. നമുക്ക് തോന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ തോന്നും ഇന്നത്തെ ലോകത്ത് നമുക്ക് നമ്മുടെ പഴയ ജനറേഷൻ അറിയാം, നമ്മുടെ പുതിയ ജനറേഷൻ, അതിന് മുന്നത്തെ ജനറേഷൻ അറിയാം. ഇപ്പോൾ ഈ സംഘടനയിലൊക്കെ നടക്കുന്ന കാര്യം കാണുമ്പോൾ നമുക്ക് കഷ്ടം തോന്നുമല്ലോ. ചില കാര്യങ്ങൾ കാണുമ്പോൾ ആൾക്കാർക്ക് ക്ഷമിച്ചു കൊടുക്കാനുള്ള മനസ്സില്ല, ടോളറൻസ് ഇല്ല, ദേഷ്യം. ഒരേ സംഘടനയിലുള്ള ആൾക്കാർ ഒരു മേശയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു വേറെ തലത്തിലേക്ക് കൊണ്ടുപോയി ഒരു സ്വന്തം സംഘടനയെ നാറ്റിച്ച് നാട് മൊത്തം വലിയ വിഷയമാക്കി മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കാൻ പറ്റാത്തത്ര പ്രശ്നങ്ങളൊന്നും ഈ ലോകത്തില്ല. ഒരു മാപ്പ്, ഒരു സോറി എന്ന് പറയുന്നത് വലിയ വാക്ക് തന്നെയാണ്. ആ സോറി പറഞ്ഞ് ക്ഷമിച്ചു, എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റി, അതിന് ക്ഷമിച്ചു കൊടുക്കാനുള്ള മനസ്സ് അതിനേക്കാളും വലിയ കാര്യമാണ്. അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യനായിട്ട് എന്തിനാണ് ജീവിക്കണേ? മാപ്പ് പറയാനൊരു മനസ്സ് വേണം, ക്ഷമിച്ചു കൊടുക്കാനൊരു മനസ്സ് വേണം. അതൊന്നും ഇവിടെയുള്ള എൻ്റെ ഫ്രറ്റേണിറ്റിക്കകത്തുള്ള പല തെണ്ടിയേക്കും ഇല്ല. അപ്പം പിന്നെ എന്ത് തേങ്ങയ്ക്കാൻ വലിയ സിനിമയും സംഘടന എന്നൊക്കെ പറഞ്ഞ് നടക്കും. ആ സംഘടന പ്രസിഡന്റ് ആകാമെന്ന് തീരുമാനിച്ചൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അത് വേണ്ടാന്ന് വെച്ചൊരു സമയത്ത്, അതുണ്ടായ ഒരു കാരണം എന്താണ്? അല്ല, അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് സംഘടനയിൽ വരാനെന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞു, അമ്മമാർ പറഞ്ഞു, അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു. പക്ഷേ
എന്നെ വിളിച്ചിട്ട് കുറേ പേര് സംസാരിച്ചു കൊടുത്തില്ല. എനിക്ക് പാർവതി ചേച്ചി എന്നെ വിളിച്ചിരുന്നു, ചേച്ചി വിളിച്ചിരുന്നു, അല്ലാതെ തന്നെ അജ്ജു പറഞ്ഞിരുന്നു, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അന്നും ഇന്നും വിചാരിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു സംഘടന ഒരു പുതിയൊരു ടേമിൽ ഒരു പുതിയൊരാൾ വരുന്ന സമയത്ത് അവർ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് അത് നന്നാക്കി എടുക്കണം എന്ന് വെച്ചിട്ട് തന്നെയാണ് വരുന്നത്. ഒരു എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലതരം സ്വഭാവക്കാരാ സിനിമാക്കാരിൽ എല്ലാവർക്കും ഇതൊരു രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ലല്ലോ. ഓക്കെ എന്ന് വെച്ചാൽ ഒത്തൊരുമിച്ചൊരു തീരുമാനം എടുത്ത് ഇതിനകത്തുള്ള പ്രശ്നം വെച്ചാൽ, ഇതിനകത്തുള്ള പലർക്കും പല രാഷ്ട്രീയമുണ്ട്. ഒരു സംഘടനയ്ക്കുള്ളിൽ രാഷ്ട്രീയം വന്നാൽ വലിയ പ്രശ്നമാണ്. എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, ആയിക്കോട്ടെ, അതും പുറത്ത് സംഘടനയ്ക്കുള്ളിൽ ഈ രാഷ്ട്രീയമൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഓക്കെ, സംഘടനയ്ക്കുള്ളിൽ അത്തരത്തിലുള്ള കമൻസ് പോലും കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ സംഘടനയ്ക്കുള്ളിൽ രാഷ്ട്രീയമുണ്ട്, അതൊക്കെ നല്ല. രാഷ്ട്രീയ വ്യക്തികൾക്ക് രാഷ്ട്രീയം ഉണ്ടാകുന്നതൊക്കെ നല്ല. അതൊരു ഫിലിം ഫ്രട്ടേണിറ്റി, ഇങ്ങനൊരു സംഘടനയ്ക്കുള്ളിൽ രാഷ്ട്രീയം പറയരുത്, രാഷ്ട്രീയം കൊണ്ടുവരരുത്. ഓക്കെ, അതിൻ്റെ പേരിൽ ഡിഫറൻസസ് വരുന്നത്. ഇതൊരു സംഘടന, ഒരു വെൽഫെയറിന് വേണ്ടി നിലനിൽക്കുന്ന സംഘടനയാണ്. ആ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടുത്തെ ആവശ്യം. 17 പേരുടെ ആവശ്യമൊന്നും അവിടെ ഇല്ല. കമ്മിറ്റിക്കായിക്കോട്ടെ, ഒരു ഇതായിക്കോട്ടെ. അവിടെ പ്രധാനമായിട്ട് പണിയെടുക്കുന്നത് ഡോക്ടർ റോണി, മരുന്ന് കൊടുക്കാനും ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ. അച്ഛന് ഇൻഷുറൻസ് ഒക്കെ കൊടുത്ത് റോണിയാണ് വന്നിട്ട് ഇത് ചെയ്ത്. അപ്പോൾ കൃത്യമായിട്ട് പണിയെടുക്കുന്ന 2-3 പേരേ ഉള്ളൂ. പിന്നെ സ്പോൺസർഷിപ്പ് പിടിക്കുക, ഇതൊക്കെയാണ്. ശ്വേത ചേച്ചി വന്നപ്പോഴും ശ്വേത ചേച്ചിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പുള്ളിക്കാരി അത് ചെയ്യുന്നു. ഒറ്റ കാര്യമുള്ളൂ, അൻസിബയുടെ പ്രശ്നം വന്നപ്പോൾ പുറത്ത് വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ആൾ ജോയിൻറ്റ് സെക്രട്ടറിയും തമ്മിൽ പ്രശ്നം വന്നപ്പോൾ അതൊരു പുറത്തേക്ക് പോയ സമയത്ത് ചേച്ചി അവിടെ നിന്ന് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ആ പ്രശ്നം തീർപ്പാക്കാൻ ഒരു സംഭവം ചേച്ചിയുടെ ഭാഗത്തു നിന്ന് ഒന്നൊരു വീഴ്ച സംഭവിച്ചു. വീഴ്ചകൾ എല്ലാവർക്കും സംഭവിക്കും. അതിനിടയിൽ ഇവരിത് പുറത്തു പോയൊരു വിഷയമാകുമ്പോൾ ഇവരും ചിന്തിക്കണം, ഇത് സംഘടനയ്ക്കകത്ത് നിൽക്കുന്ന ഒരു ഡെസിഗ്നേറ്റഡ് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ ഇത് പുറത്തിറങ്ങാൽ ഈ സംഘടനയ്ക്കും നിങ്ങൾക്കും എല്ലാം വ്യക്തിപരമായി എല്ലാവർക്കും നാണക്കേടാന്നുള്ള ആ സമയത്തൊരു വീഴ്ച എല്ലാവർക്കും പറ്റി. അപ്പോൾ അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് അത് മുളയിലെ ആ പ്രശ്നം ഇതാക്കാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തൊട്ടിട്ടെല്ലാം ഫണ്ടിങ്ങിൻ്റെ പ്രശ്നവും കാര്യങ്ങളും അതൊക്കെ സ്വാഭാവികമാണെന്നുള്ളതാണ്. ഇതൊന്നും മനുഷ്യന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാവും, അത് സംസാരിച്ച് തീർക്കുന്നതിനപ്പുറം അത് വഷളാക്കി നാട്ടുകാരെല്ലാവരും അറിഞ്ഞു. ഇനിയിപ്പോൾ അത് പറയാനൊന്നും അഭിപ്രായം പറയാൻ ആരുമില്ല. ഓക്കെ, ഫസ്റ്റ് കാര്യം ഷോ കോസ് നോട്ടീസ് കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള പുറത്തു വന്ന് സംസാരിച്ചിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പ്രസിഡന്റ് ഇവരൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. ഇവർ സ്വയം ഷോ കോസ് കൊടുക്കും. ഈ സംഘടനയിൽ തന്നെ ഇവർ തന്നെ ഏറ്റവും കൂടുതൽ പുറത്തു വന്ന് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരിത്തേക്കുന്ന പരിപാടി. അപ്പോൾ എന്ത് പറ്റി? എല്ലാവർക്കും ഇവരോടുള്ള വിശ്വാസം പോയി. കാരണം നാണക്കേട് വരുത്തുന്നു. അതിനിടയിൽ കണക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തിയില്ല എന്നുള്ള പേരിലാണ്. അതൊന്നുമല്ല, അതിന് മുന്നേ തന്നെ ഇവരെ താഴോട്ടിറക്കണം എന്നുള്ളതിൻ്റെ തീരുമാനം ഉണ്ടായിരുന്നു. അത് തെറ്റ് പറയാനും പറ്റില്ല. കാരണം അത്രയും ആൾക്കാർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജനറൽ ബോഡി തീരുമാനിക്കുന്നത് അംഗീകരിക്കേണ്ടി വരും. ആ കൂട്ടത്തിലാണ് മല ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ധ്യാൻ വരണം, ധ്യാൻ നിൽക്കണം. ഞാൻ പറഞ്ഞു, അച്ഛന് വളരെ ചേച്ചി ഞാൻ വരാം. അച്ഛന് ഭയങ്കര ഒറ്റ കാരണം കൊണ്ടാണ് വരുന്നത്. അച്ഛന് ഭയങ്കര, ഞാൻ ചേച്ചിക്ക് അയച്ച മെസ്സേജ്, അച്ഛന് ഭയങ്കര, എനിക്ക് വ്യക്തിപരമായിട്ട് ആ സംഘടനയോട് എനിക്ക് എതിർപ്പുമില്ല, എനിക്ക് സ്നേഹമില്ല, ഞാൻ വരാം. അവിടെ എത്ര ആൾക്കാർ പറയാൻ, ചേച്ചി പറഞ്ഞു ഒരുപാട് പേര് ഞാൻ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി വരാമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നത് അവിടെ ഏറ്റവും കൂടുതൽ സംഘടനയിൽ പ്രസിഡൻ്റ് ആവാൻ യോഗ്യം ഞാനാന്ന് വിചാരിക്കുന്നതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ. എനിക്ക് അവിടെ ആരും ഇഷ്ടമല്ല. അപ്പം ഞാൻ എല്ലാവരോടും ഒരുപോലെ ആയിരിക്കുമല്ലോ. കറക്റ്റാണ്. ഓക്കെ, നമുക്കൊരു സംഘടന ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. എനിക്ക് അവിടെയുള്ള ഒരാളും ഇഷ്ടമല്ല. അപ്പം പിന്നെ എനിക്ക് എല്ലാവരോടും ഞാൻ ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ശ്വേത ചേച്ചിനോടും ഞാൻ ഒരുപോലെയാണ്, മാല ചേച്ചിനോടും ഒന്നും ഒരുപോലെയാണ്. ഇതേ സമയത്ത് ഞാൻ ഭാഗ്യലക്ഷ്മി ചേച്ചിനോടും പറയുന്നു, സംസാരിക്കുന്നുണ്ട്. മൂന്ന് ഇതിൽ നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം നമ്മളെന്തിനാ ഇഷ്ടപ്പെടുമെന്നല്ല, നമ്മൾ കോഎക്സിസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഈ ഒരു ഫ്രട്ടേണിറ്റിയിൽ വരുമ്പോൾ നമ്മൾ കോഎക്സിസ്റ്റ് ചെയ്യാൻ പഠിക്കണം. നമുക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമാണ്. എല്ലാവരും ഫേവറേറ്റിസം ഒന്നും പാടില്ല. എനിക്ക് ശ്വേത ചേച്ചി ഒരുപോലെയാണ്, മാല ചേച്ചി ഒരുപോലെയാണ്, എനിക്ക് എല്ലാവരും ഒരുപോലെ. ഈ ഫ്രട്ടേണിറ്റിക്ക് അകത്ത് പുറത്ത് എനിക്ക് രാഷ്ട്രീയം പറയായിരിക്കും, ചേച്ചിയുടെ രാഷ്ട്രീയം പറയാൻ സ്നേഹം, പുറത്ത് സ്നേഹക്കൂടുതലൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാല ചേച്ചി എന്നോട് സംസാരിച്ചു,
ധ്യാൻ വരണം. എനിക്ക് ചേച്ചിയോട് ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ചേച്ചിനോട് വ്യക്തിപരമായിട്ട് ചേച്ചിക്ക് ആ സംഘടന നന്നാവണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ചേച്ചി ഒരു കാര്യം പറഞ്ഞത്, പ്രസ് മീറ്റ് നടത്തിയപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ ധ്യാനിനോട് സംസാരിച്ചു, ധ്യാൻ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന്. അത് ചേച്ചി അവിടെ പറയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ചേച്ചി, അത് ഞാൻ ചേച്ചിയോട് പറഞ്ഞ കാര്യമാണ് പേഴ്സണലി. അതൊരു പ്രസ് മീറ്റിൽ ചേച്ചി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര, ചേച്ചി എന്തിനാ അത് പറഞ്ഞതെന്ന് എനിക്ക് ഒരു തോന്നൽ വന്നു. പിന്നീട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്വേത ചേച്ചി അപ്പം എന്ന് വെച്ചാൽ ഞാൻ വ്യക്തിപരമായിട്ട് ഒരാളെടുത്ത് പറയണം, ഞാൻ നിങ്ങളോട് ഞാൻ വരാൻ റെഡിയാന്ന് പറഞ്ഞു. ധ്യാൻ എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ഒരു ചോദ്യം, നിങ്ങളാരാണ്? ഓക്കെ, നിങ്ങളാരെങ്കിലും അസൈൻ ചെയ്ത അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവോ? ആരുമില്ല, നിങ്ങൾ അവിടുത്തെ ഒരു മെമ്പർ, ഞാനും മെമ്പർ. ചേച്ചി എന്നെ വിളിക്കുന്നു, ചേച്ചി കുറേ ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്താണോ വിളിക്കുന്നത് പോലും എനിക്കറിയില്ല. ധ്യാൻ ഇഷ്ടമാണ്, കുറച്ച് പേർക്ക് ധ്യാൻ വരണം, എല്ലാവർക്കും കൂടെ ഭിന്ന അഭിപ്രായമുണ്ട്. പക്ഷെ ഞാൻ വരാം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ചേച്ചി അങ്ങനെ, ചേച്ചിയുടെ വായിന്ന് അങ്ങനെ ഒരു, കാരണം അത് അപ്പോൾ അതൊരു അജണ്ടയായല്ലോ. ഞാൻ ചേച്ചീനോട് സംസാരിച്ചിട്ടുണ്ട് വരാമെന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ ഗ്രൂപ്പ് ചേർന്ന് എന്തോ ഒരു തീരുമാനം എടുത്തു എന്നുള്ളത് പുറത്തു പോയി പറയാം. അത് പറയാൻ പാടില്ല. ഞങ്ങളത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പുറത്തു പോയി പറയാൻ പാടില്ല. അപ്പം എനിക്ക് തോന്നി, ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. എനിക്ക്, ഞാൻ ചേച്ചിനോട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല, ചേച്ചിയോട് യാതൊരു പ്രശ്നവുമില്ല. ചേച്ചി ആ സമയത്ത് അത് പറഞ്ഞു പോയി കാണും. പിന്നെ ഞാൻ ശ്വേത ചേച്ചിനോട് സംസാരിച്ചു. ചേച്ചിനോട് സംസാരിച്ചപ്പോൾ ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് യാതൊരു സംശയമില്ല, ചേച്ചിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഒരവസരം കൊടുക്കണം, ഒരവസരം. അവർ ലോകത്തിൽ മറ്റേ പാപമൊന്നുമല്ലല്ലോ ചെയ്തേ, ഒരവസരം കൊടുക്കുക. അതുകൊണ്ട് ഞാൻ ചേച്ചിനോട് ഞാൻ പറഞ്ഞത്, ചേച്ചി നല്ല അവിടെ മാറ്റങ്ങൾ വരുത്തണം എന്ന് വെച്ചിട്ട് വന്നതാണ്, ചേച്ചി തന്നെ ആവട്ടെ എന്ന് ഞാൻ ഇക്കടെ ഇൻ്റർവ്യൂ തന്നെയാണ് പറഞ്ഞത്. ഒരവസരം ഒരാൾക്ക് കൊടുത്തൂടെ? അതൊരു മിനിമം മര്യാദയല്ലേ? ആ അവസരം മാത്രമേ ഉള്ളൂ. 3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഘടന, ഇനി ഇവരെല്ലാം തട്ടിക്കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കൊണ്ടുപോകും സംഘടന. കാരണം എൻ്റെ അച്ഛൻ അത്രമാത്രം കണക്ഷൻ ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ്. അത് പൊളിയാനൊന്നും നമ്മൾ സമ്മതിക്കില്ല. ഇവിടുത്തെ എത്രയോ ചെറുപ്പക്കാരെന്നോട്, അതിനിടയിലുള്ള എത്രയോ ആൾക്കാരെൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് വേറെ പരിപാടിയാണ്. ഞാനാ പറഞ്ഞത്, നമുക്കും ഇതിനകത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാനാ പറഞ്ഞത് അങ്ങനെ ഒരു പരിപാടിയൊന്നും വേണ്ട. ഓക്കെ, ഈ സംഘടന നിൽക്കും, അത് നിൽക്കും എന്ന് പറഞ്ഞാൽ നിന്നിരിക്കും. ഇവർ ഇന്നലെ മഴക്ക് മുളച്ച ആൾക്കാരൊന്നുമല്ല. ഞാൻ ജനിച്ചപ്പോൾ കാണുന്നതാണ് സിനിമ. ഞാൻ ജനിച്ചപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെയാണ് ഇതിലുള്ള പലരും. അപ്പം ഇന്നലെ മെനഞ്ഞാന്ന് വന്ന ആൾക്കാരൊക്കെ വന്നിട്ട് സംഘടനയിൽ പ്രശ്നമാണ് മറ്റേ ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. സംഘടന അതുപോലെ തന്നെ നിൽക്കും. സംഘടന മാക്സിമം നാറ്റിക്കാതിരിക്കാനുള്ള, ഇനിയെങ്കിലും നാറ്റിക്കാതിരിക്കുക എന്നുള്ള അത് ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടാവണം. ആ ബോധം ഉണ്ടാവണം. ഇനിയെങ്കിലും പുറമേ പോയിട്ട്, ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് പോലെ അനാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതെങ്കിലും മിനിമം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശ്രീനിവാസൻ്റെ മകനല്ലാണ്ടായിപ്പോൾ. മനസ്സിലായില്ലേ? എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ, അച്ഛനായ കാലത്താണെങ്കിൽ അദ്ദേഹം ആയനെ പ്രസിഡന്റ്. ഇവിടെ ഒരു തേങ്ങാപ്പിണ്ണൊക്കെ നടക്കാൻ അദ്ദേഹം അനുവദിക്കുകയില്ല. അദ്ദേഹം ഉണ്ടായിരുന്ന ഇതെല്ലാം പറയുകയും ചെയ്തേനെ. അപ്പോൾ ഇപ്പോൾ ചേച്ചിക്ക് ഒരവസരം തീർച്ചയായിട്ടും, കാരണം ഒരു തെറ്റുപറ്റി, വീഴ്ച പറ്റി, ഒരവസരം ചേച്ചി അതിൽ പ്രൂവ് ചെയ്യുന്നുള്ള എനിക്ക് കാരണം ഒരു വിശ്വാസമുണ്ട്. കാരണം ആരാ സ്വയം കുഴുതുകൊണ്ടാൻ ഒരാളും ആഗ്രഹിക്കില്ലല്ലോ, ഒരു മനുഷ്യനും ആഗ്രഹിക്കുമോ? മാലാ ചേച്ചിയുടെ അടുത്തും ചേച്ചി വളരെ ആത്മാർത്ഥതയോടെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ചേച്ചിയൊക്കെ തന്നെയാണ് ചേച്ചിനെയൊക്കെ സപ്പോർട്ട് ചെയ്തത്. വളരെ ജെന്യൂനായിട്ട് എന്നോട് പറഞ്ഞത്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, അതിൽ വീഴ്ച വന്ന ചേച്ചിയുടെ അടുത്ത് എനിക്ക് ചേച്ചിയുടെ അടുത്ത് വ്യക്തിപരമായിട്ട് എനിക്കൊരു വിഷമം തോന്നിയത്, ചേച്ചി അതൊരു പ്രസ് മീറ്റിൽ പറയുമ്പോൾ നമ്മൾ മാറി എന്ന് ഗ്രൂപ്പായിട്ടൊരു സാധനം ചർച്ച ചെയ്തു എന്നുള്ളത് ഒരാൾക്കാരിലേക്ക് കൊണ്ടുകൊണ്ട് അത് സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ല. അതേപോലെ തന്നെ രമേശ് ഏട്ടൻ്റെ ഓഡിയോ അതും വളരെ ശ്വേത ചേച്ചി അത് ആരാണോ അത് ചേച്ചി തന്നെ അറിയിക്കുമല്ലോ, അതും ഭയങ്കര അനാവശ്യമായിരുന്നു. കാരണം ഒരേ ഫ്രട്ടേണിറ്റിയിലെ ആൾക്കാരല്ലേ, എല്ലാവരും സുഹൃത്തുക്കളല്ലേ. അതും അദ്ദേഹം MLA ആയിട്ട് 1 മാസം തികഞ്ഞില്ല. ഇവർ സുഹൃത്തുക്കളുടെ ഇടയിൽ ഇവരുടെ സൗഹൃദം നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ പുറത്തുനിന്ന് ആദ്യം കേൾക്കുന്നവൻ എന്താ തോന്നുക, ഇയാൾ കോഴിയാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ടാർണിഷ് ചെയ്യുന്ന രീതിയിലായിരുന്നല്ലോ. എന്ത് വിഷമം വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ,
വീഡിയോ ലീക്ക് ചെയ്യുക എന്തെങ്കിലും അതൊക്കെ ഓഡിയോ ലീക്ക് ചെയ്യുക അതൊക്കെ അതും വീഴ്ച തന്നെ. അപ്പോൾ സുഹൃത്തുക്കൾ തമ്മിൽ എന്തെങ്കിലും കമൻ്റ് അടിച്ചിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. ഇവരുടെ ബന്ധം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ അതൊക്കെ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് ലീക്ക് ചെയ്ത് വരുമ്പോൾ ഒരാളുടെ പബ്ലിക് ഇമേജ് പോവും എന്നുള്ളതും അതൊക്കെ നമുക്ക് ഒരിക്കലും ചില കാര്യങ്ങൾ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ചിലതൊക്കെ ഭയങ്കര അത് ഞാൻ പറഞ്ഞത് ക്ഷമിക്കുക, മാപ്പ് പറയുക, തെറ്റ് പറ്റിപ്പോയി, ഇതൊന്നും ഇല്ല. ഇപ്പോൾ ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നതാണ് പല പ്രശ്നങ്ങളും. ക്ഷമിച്ചു കൊടുക്കാനുള്ള മനസ്സും വലിയ കാര്യമാണ്. ടോളറൻസ് ലെവൽ വട്ടപൂജ്യം പലർക്കും മനസ്സിലാവണില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഒരു വാക്കും പറഞ്ഞു, ശ്രീനിച്ചേട്ടൻ്റെ മകൻ ആയതുകൊണ്ട് അച്ഛനുണ്ടായിരുന്നു ഇതിനപ്പുറം പറയുമായിരുന്നു പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഇതുപോലും പറയാതിരുന്നാൽ എന്താവും എന്നുള്ളത് കൃത്യമായ കാര്യങ്ങളാണ്, കൃത്യമായ മറുപടികളാണ് പറഞ്ഞിരിക്കുന്നത്. എന്നോട് വിനീത് പറഞ്ഞ കാര്യമുണ്ട്. അച്ഛൻ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടുണ്ട്, ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ ഇതിപ്പോൾ സ്റ്റേജിൽ പാടുകയാണ്, അച്ഛൻ ഓർത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു എന്നോട്. റിൻഡോണൊക്കെ അച്ഛൻ ഇഷ്ടപ്പെട്ട. അപ്പോൾ വിനീത് അങ്ങനെയാണ് അച്ഛനിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എപ്പോഴും സ്റ്റേജിൽ, ഇപ്പോൾ എല്ലാ സ്റ്റേജിലും ആ പാട്ട് പാടുമെന്ന് പറഞ്ഞു. ആ പാട്ട് ഏതാന്ന് അറിയോ? എനിക്ക് മറന്നു കേട്ടോ, സത്യം പറയാൻ വിനീത് പറഞ്ഞാണ് അന്നത്തെ ഇൻ്റർവ്യൂവിൽ. അതാണ് ഞാൻ അച്ഛനിപ്പോൾ എന്നും കൊടുത്തുകൊണ്ടിരിക്കും. ഏത് സ്റ്റേജിലും ആ പാട്ട് പാടും, അച്ഛനെ ഓർമ്മയ്ക്ക് വേണ്ടി. അമ്മ ഭയങ്കര പോസിറ്റീവായിട്ട് നിൽക്കുന്നു അല്ലേ? അന്ന് കണ്ടു, പിറ്റേന്ന് ഞാൻ കാണുന്നു പറഞ്ഞ വേണ്ടി അമ്മയ്ക്കുണ്ടായ ഒരു പോസിറ്റീവ് അച്ഛൻ കൊടുത്ത ഒരു പോസിറ്റീവ് ആയിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഒരു സ്ത്രീ എന്നുള്ള രീതിയിലും ഭാര്യ എന്നുള്ള രീതിയിലും ഒരാളെ എങ്ങനെയൊക്കെ നോക്കാൻ പറ്റുമോ അതിനപ്പുറം പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. നമുക്കൊക്കെയാണ് വിഷമം. ഒരു പുണ്ണാക്കും ആ മനുഷ്യരിൽ നിന്ന് നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ഇത് എന്ന് വെച്ചാൽ കഴിവിനപ്പുറത്തെ കഴിവൊന്നും കിട്ടൂല. എന്ന് വെച്ചാൽ ഒരുപാട് സമയം ചെലവഴിക്കാൻ പറ്റിയില്ല, ഒന്ന് സംസാരിക്കാനും. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്റർവ്യൂവിന് ഇരുന്നതാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ട്. അദ്ദേഹം വായിച്ച പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ യാത്രകൾ, അദ്ദേഹം കണ്ട മനുഷ്യര്, ഇതൊക്കെ ഒരു കാലത്ത് ഈ ഒരുപാട് കഥകൾ പറഞ്ഞിരുന്നു. പിന്നീട് അതൊന്നും ഒരു എന്താ പറയണ്ടേ, ഒരു ടേക്ക് അവേയും കിട്ടിയില്ല. അവസാന കാലത്ത് അദ്ദേഹത്തിൽ നിന്നും എനിക്കൊരു സാധനം കിട്ടിയില്ല. ഇത്രയും വലിയൊരു ജീനിയസിന്റെ കഴിഞ്ഞ് എനിക്കൊന്നും വലിച്ചെടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സാധനമുണ്ട്. അതൊക്കെ എന്തുമാത്രം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള, എന്തുമാത്രം നോളജ് എനിക്ക് ഗെയിൻ ചെയ്യായിരുന്നു, എന്തുമാത്രം അറിവ് എനിക്ക് സമ്പാദിക്കാൻ പറ്റുമായിരുന്നു. അതൊരു സ്വന്തം അച്ഛനിൽ നിന്നൊക്കെ അത്രയും അറിവ്, അല്ലെങ്കിൽ അദ്ദേഹം അച്ഛനും കൂടെ ആകുമ്പോൾ അദ്ദേഹം അത്രമാത്രം വായനയുള്ള, അത്രമാത്രം വയ്യാതിരിക്കുമ്പോൾ ഒരു കണ്ണ് കാണാത്ത സമയത്ത് ഒരു ദിവസം 2-3 പുസ്തകമൊക്കെ വായിച്ചു തീർക്കും. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യനിൽ നിന്ന് എനിക്കൊരു ടേക്ക് അവേ കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം അത് ഭയങ്കര വിലപ്പെട്ടതാണ്. അത് നമുക്കൊരിക്കലും, അപ്പോൾ നമ്മളിനി എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നമ്മളെ ഇനി മാതാപിതാക്കളിലൂടെ ഇനി ഒരു യാത്ര പോകാമെന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ അവർ നമ്മളെ വിട്ടു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് സമയം നമ്മളൊരിക്കലും പാഴാക്കരുത്. നമ്മുടെ തിരക്കിനിടയിലും നമ്മുടെ എന്തിനിടയിലും നമ്മൾ വിചാരിക്കുന്ന പോലെ ജീവിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ, പക്ഷേ ഒരു രീതിയിൽ എന്താ പറയുക, അത് എനിക്ക് ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല പോയത്. ഹാപ്പി ആയിട്ട് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അവസാനം വരെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും അമ്മേനെ കളിയാക്കി. എൻ്റെ മോളുണ്ടായിരുന്നു അടുത്ത്, ഭാര്യ ഉണ്ടായിരുന്നു അടുത്ത്, എല്ലാവരും അടുത്തുണ്ട്. വീട്ടിൽ തന്നെയാണ് പുള്ളി മരണപ്പെട്ടത്. അപ്പോൾ അതൊക്കെ ഒരു സമാധാനം. ഹാപ്പി അല്ലേ? ചിരിച്ച് കളിച്ചിട്ടാണ് കമ്പനിയും കളിയാക്കി അവസാന നിമിഷം വരെ. ആ കളിയാക്കലും ആ ലാസ്റ്റ് പോക്കിൽ വരെ ഒരു സർക്കാസവും ഒരു ചിരിയും ഒരു കളിയാക്കലും പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ നമുക്കൊക്കെയാണ്, അമ്മക്കുണ്ട്, അമ്മ ഹാപ്പി, നമ്മൾക്കാണ് ഉള്ളിലൊരു വിങ്ങലാണ്. അത് ആ വിങ്ങൽ മാറിക്കൊണ്ടിരിക്കുന്നു. എത്ര മാറ്റിയാലും മാറാത്ത വിങ്ങൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും നഷ്ടത്തിൽ നിൽക്കുന്ന ഡ്രൈവറായിരുന്ന അല്ലേ, എന്നാലോചിച്ച് നോക്കിയേ, വല്ലാത്തൊരവസ്ഥയിലാണ്. ശ്രീചേട്ടൻ ഒരു വിളിക്ക് അടുത്തുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ കൂടെയൊക്കെ ഉണ്ട്. എങ്കിലും ശ്രീചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർക്കുക, മരണസമയത്ത് നമ്മൾ ലാസ്റ്റ് ചുമനം നൽകാൻ വേണ്ടി നമ്മൾ വിളിക്കുകയാണ്. അപ്പം അവൻ പറയുന്നത് എനിക്ക് വരാൻ പറ്റില്ല. അപ്പം ഞാൻ നിർബന്ധിക്കുകയാണ്, വരണം. അവന് കാണാൻ പോലും പറ്റാത്തൊരവസ്ഥ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടാണ്. അവൻ്റെ ഒരു ശൂന്യത വലുതല്ലേ. പിന്നെ അവൻ അച്ഛൻ അവസാന ശ്വാസം എടുക്കുന്ന സാധനം അവൻ രാത്രി കഴിഞ്ഞ ദിവസം വരെ എന്നോട് പറഞ്ഞു, എൻ്റെ മനസ്സിലത്
മുഖം ഇങ്ങനെ കിടക്കുകയാണ്, എനിക്ക് ഉറക്കം വലിയ പ്രശ്നമാണ് രാത്രികളിൽ എന്ന് പറഞ്ഞു. അപ്പോഴും പറയുമ്പോഴും അച്ഛൻ്റെ രണ്ട്, നമ്മളിതെല്ലാം പറഞ്ഞ് സങ്കടപ്പെടുമ്പോഴും പുള്ളിയുടെ രണ്ട് തമാശയും പറഞ്ഞിട്ടാണ് നമ്മൾ ദിവസം അവസാനിക്കുന്നത്. അപ്പോഴും ഇതൊക്കെ കുറഞ്ഞ് കാരണം നമ്മൾ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ ലോകം ഉരുണ്ട് വീണ് മറിഞ്ഞ് കിടന്നാലും തമാശ ചിരിയും എന്ന് വെച്ചാൽ ദാരിദ്ര്യത്തിൽ നിന്ന് വരെ തമാശ ഉണ്ടാക്കിയതാണ്. പട്ടിണിയും പരിവട്ടമുള്ള സമയത്ത് വരെ തമാശ പറയാൻ അല്ലെങ്കിൽ ചിരിക്കിപ്പിക്കാൻ. അതാണല്ലോ നടോടിക്കാറ്റൊക്കെ പട്ടിണിയാണല്ലോ ആ പടം എഴുതുന്ന സമയത്തും അല്ലെങ്കിൽ അതിന് മുന്നത്തെ കാലത്തൊക്കെയുള്ള പുള്ളി പട്ടിണി കിടന്ന കാലത്തൊക്കെയുള്ള. അപ്പോൾ എത്ര വിഷമത്തിൽ നിൽക്കുമ്പോഴും ഞാനും അവനും കഴിഞ്ഞ ദിവസം ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴും നമ്മൾ അങ്ങോട്ട് അവനും കണ്ണ് നിറയുന്നുണ്ട്, എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. പക്ഷേ ആ കോൺവെർസേഷൻ അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തമാശ പറഞ്ഞിട്ടാണ് നമ്മൾ ചിരിച്ചിട്ടാ. അത് നമ്മളെ പഠിപ്പിച്ച മനുഷ്യനാണ്. എല്ലാ വേദനയുടെ ഉള്ളിലും അല്ലെങ്കിൽ എല്ലാ വേദനകൾക്കൊടുവിലും ഒരു ചിരിയിൽ നമുക്കത് ഒതുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ പഠിപ്പിച്ച ആളല്ലേ. അപ്പോൾ എല്ലാം പുള്ളി നമുക്കെല്ലാം പകർന്നു തന്നിട്ടുണ്ട് വേറെ കുറേ രീതിയിൽ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമുക്ക് പുള്ളിയുടെ അടുത്ത് നിന്ന് വലിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. വലിച്ചെടുക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഓണമില്ല. പക്ഷേ നമ്മൾ ഈ ഓണത്തിൽ പോയത് ഞാൻ ഭയങ്കര സംതൃപ്തനാണ്. അച്ഛൻ്റെ ഓർമ്മയിലൂടെ പോകാൻ പറ്റിയത്. ഇന്നുവരെ അങ്ങനെ നമ്മൾ പോയിട്ടില്ല. അച്ഛനിലൂടെ നമ്മൾ പോയി. ഇത്രയും സന്തോഷം. ഞാൻ അച്ഛൻ പറഞ്ഞ ഉള്ളിൽ കണ്ടേറി. ഓക്കെ, താങ്ക് യു. ഹാപ്പി ഓണം.